സ്വാമി ശരണം. ജയ ശ്രീരാം. ശബരിമല അയ്യപ്പ സേവാ സമാജം കൊങ്കൺ നടത്തി വരുന്ന രാമായണ പാരായണം, അതുപോലെ തന്നെ ഭജനാവലിയുടെ ഇത് 5-ാം വർഷം. അതുപോലെ തന്നെ ഇന്ന് 32-ാം ദിവസമാണ്. ഇന്നത്തെ ഈ വർഷത്തെ പാരായണം ഇന്നതോടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദമായ സ്വാഗതം. ഇന്നിവിടെ പാരായണം ചെയ്യാൻ 4 പേരാണ്. തുടക്കം കുറിക്കുന്നത് ശ്രീമതി രാധാ നായർജി, തുടർന്ന് വായിക്കുന്നവർ ശ്രീ ഗോപാലകൃഷ്ണ കുറുപ്ജി, ശ്രീമതി പുഷ്പലത പണിക്കർജി, ശ്രീമതി സുജാ സുനിൽജി. അപ്പോൾ ആദ്യം പ്രാർത്ഥനയ്ക്ക് ശേഷം പാരായണത്തിന് ശേഷം പിന്നെ ഭജന. സ്വാമി ശരണം. ശ്രീധർമ്മശാസ്ത്ര നമസ്കരോമ്യത്യതേ പാദാരവിന്ദം ശരണം ഹിമാദൃശാ ഉച്ഛൃംഖലം മമ പഞ്ചേന്ദ്രിയം ഭവാൻ പാവനമാർഗേണ ചാലയേ സർവദാ. സ്വാമി ശരണമയ്യപ്പ. അയ്യപ്പ സേവാ സമാജസ്യ സ്യാമഹം നമ്ര സദസ്യശ്ചരൻ ധർമ്മമേവ ഹി ഭൂമൗ തു ക്ലേശേന ജീവതാം പ്രാണിനാം സേവനേ ദേഹി മേ ശക്തിം ദയാനിധേ. സ്വാമി ശരണമയ്യപ്പ. മാരുതേർമാനസേ ഭക്തിർ യഥാ തഥാ ഭൂയാദചഞ്ചല ഭക്തിശ്ച മേ ഹൃദി കർമ്മനിഷ്ഠാ വയം ഭൂയാസ്മ സേവകാ ഹൃത്തടേദം ഭാവിഹീന ഭവേമ ച. സ്വാമി ശരണമയ്യപ്പ. ഭദ്രാണി ദ്രഷ്ടും സുദൃഷ്ടിം ച ദേഹിനാ ദോഷാപഹാരായ ശക്തിം ച ദേഹിനാ അയ്യപ്പ തത്വസ്യ ജ്ഞാനം ഹി ദേഹിനാം പ്രാപ്നുയാമോ വയം ശീഘ്രം ഹി ത്വത്പദം. സ്വാമി ശരണമയ്യപ്പ. ജന്മ പ്രാപ്താചന പുണ്യഭൂഭാരതേ സുവ്രതൈർ ദേവതേ സേവയാ നിർമ്മലാ താമസഭാവം പരിത്യജ്യ സദ്ഗതിം സാധയേതുസ്തത്ര ഭൂയാസ്മ സാധനം. സ്വാമി ശരണമയ്യപ്പ. തത്വമസീതിയ ജ്ഞാനം പ്രകാശിതം തന്മേ ഹൃദന്തേ പ്രകാശതാം സർവദാ. സ്വാർത്ഥലോഭാദിഭിർബദ്ധം തു ജന്മ മേ വ്യർത്ഥം ന ഭൂയാദി ധീര മേ പ്രാർത്ഥന.
ആരംഭിച്ചോളൂ. ഹരി ഓം. ക്ഷിപ്രപ്രസാദി ഭഗവാൻ ഗണനായകോ മേ വിഘ്നങ്ങൾ തീർത്തു വിളയാടുക സർവകാലം. സർവാർത്ഥകാരിണി സരസ്വതീ ദേവി വന്നൻ നാവിൽ കളിക്കു കുമുദേഷു നിലാവു പോലെ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കമിതാം ശാഖാം വന്ദേ വാത്മീകി കോകിലം. അജ്ഞാനനന്ദനം വീരം ജാനകി ശോകനാശനം കവീശമക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. നമസ്തു രാമായ സലക്ഷ്മണായ ദേവൈ ച തസ്യൈ ജനകാത്മജായൈ നമസ്തു രുദ്രേന്ദ്രായ മാനിലേഭ്യോ നമസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യോ. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേഷു രവി സ്വരൂപം പ്രണൗമി തുഞ്ചത്തേഴം ആര്യപാദം. ഹരി ഓം. ഹരിശ്രീ ഗണപതിയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ. കിന്നരന്മാരും പുകഴ്ന്നു തുടങ്ങിനാർ മന്നവൻ തന്നെ മനോഹരമാവണ്ണം. ദൂർനയമേറിയ രാക്ഷസരാജനെ കൊന്നു കളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ചു. നിന്നെ ഭജിപ്പാൻ അവകാശമുണ്ടായി വന്നതും നിന്നുടെ കാരുണ്യ വൈഭവം. പന്നക തൽപേ വസിക്കൂ ഭവൽപദം വന്ദാമഹേ വയം വന്ദാമഹേ വയം. കിം പുരുഷന്മാർ പരം പുരുഷൻ പദം സംഭാവ്യ ഭക്ത്യാ പുകഴ്ന്നാർ അതിദ്രുതം. കബീതന്മാരായി വയം ഭയം പൂണ്ടൊളിച്ചൻ പോറ്റി രാവണൻ എന്നു കേൾക്കുന്നേരം. അമ്പരമാർഗെ നടക്കുമാറില്ലിനി നിൻ പാദപത്മം ഭജിക്കായി വരേണമേ. സിദ്ധ സമൂഹവും അപ്പോൾ മനോരഥം സിദ്ധിച്ചു മൂലം പുകഴ്ത്തി തുടങ്ങിനാർ. യുദ്ധേ ദശഗ്രീവനെ കൊന്നു ഞങ്ങൾക്ക് ചിത്ത ഭയം തീർന്നു കാരുണ്യവാരിതേ. രക്താരവിന്ദാഭ പൂണ്ടാഭ വൽപദം നിത്യം നമോ നമോ നിത്യം നമോ നമ. വിദ്യാധരന്മാരും അത്യാദരൻ പൂണ്ടു ഗത്യപാദ്യാദികൾ കൊണ്ടു പുകഴ്ത്തിനാർ. വിദ്യജനങ്ങൾക്കും ഉള്ളിൽ തിരിയാതെ തത്വാത്മനെ പരമാത്മനെ തേ നമ. ചാരുരൂപം തേടും അപ്സരസാങ്കണം ചാരുമാരും മുരകന്മാർ മരുത്തുക്കൾ തമ്പുര നാരദ ഗുഹ്യക വൃന്ദവും അമ്പരചാരികൾ മറ്റുള്ളവർകളും സ്പഷ്ടവർണോദ്യ മധുരപദങ്ങള ദൃഷ്ട്യ കനക്കെ സുതിച്ചൊരനന്തരം. രാമചന്ദ്രാനുഗ്രഹേണ സമസ്തുരം കാമലാഭേന നിജ നിജ മന്ദിരം പ്രാപിച്ചു. താരക ബ്രഹ്മവും ധ്യാനിച്ചു താപത്രയോ മകന്നു വാണിടിനാർ. സച്ചിൻ പരബ്രഹ്മപൂർണം ആത്മാനന്ദം അച്യുതം അദ്വയം മേഘം നാമയം. ഭാവനയാ ഭഗവൽപദാംഭോജനം ഭോജവും സേവിച്ചിരുന്ന ജഗത്രയവാസികൾ. സിംഹാസനോപരി സീതയാ സംയുതം സിംഹപരാക്രമം സൂര്യകോടി പ്രഭം. സോദര വാനര രഥാപസ രാക്ഷസ ഭൂദേവ വൃന്ദ നിഷേവ്യമാണം പരം. രാമം അഭിഷേക തീർത്ഥാർദ്ര വിഗ്രഹം ശ്യാമളം കോമളം ചാമീകരപ്രഭം. ചന്ദ്രബിംബാനനം ചാർവായദഭുജം ചന്ദ്രികാ മന്ദഹാസോജ്വലം രാഘവം.
ധ്യാനിപ്പവർക്കഭീഷ്ടാസ്പദം കണ്ടാനന്ദം ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും. വിശ്വംഭര പരിപാലനവും ചെയ്ത് വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരെ. സമ്പൂർണമായി വന്നിതവനീയം ഉത്സവയുക്തങ്ങളായി ഗൃഹങ്ങളും വൃക്ഷങ്ങളെല്ലാം അതിസ്വാദു സംയുത പക്വങ്ങളോടു കലർന്നു നിന്നിടുന്നു. ദുർഗന്ധ പുഷ്പങ്ങളാകാലമൊഴിയിൽ സദ്ഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ. 100,000 തുരകങ്ങൾ പശുക്കളും 100,000 പുറം പിന്നെയും 30 കോടി സുവർണഭാരങ്ങളും സുബ്രാഹ്മണർക്കു കൊടുത്തു രഘുത്തമൻ. വസ്ത്രാഭരണമാല്യങ്ങളും സംഖ്യമായി പൃഥ്വിസുരോത്തമന്മാർക്കു നൽകിയിടിനാൻ. സ്വർണരത്നജ്വലം മാല്യം മഹാപ്രഭം വർണ്ണവൈചിത്രം അനുപമം ആദിത്യപുത്രനും നൽകിനാൻ. ആദരാൽ ആതിഥേയാധിപപുത്രൻ തനയനും അംഗദദ്വന്ദ്വം കൊടുത്തൊരനന്തരം മംഗലാപാങ്കിയാം സീതയ്ക്കു നൽകിനാൻ. മേരുവും ലോകത്രയവും കൊടുക്കിലും പോരാ വിലയതിനങ്ങനെയുള്ളൊരു ഹാരം കൊടുത്തതു കണ്ടു വൈദേഹിയും പാരം പ്രസാദിച്ചു മന്ദസ്മിതാന്യതം. കണ്ട ദേശത്തിങ്കൽ നിന്നങ്ങെടുത്തിട്ടു 2 കൈ കൊണ്ടും പിടിച്ചു നോക്കിയിടിനാൻ. ഭർത്ത് മുഖാബ്ജവും മാരുതി വക്രവും മധ്യമണിമയമാകിയ ഹാരവും ഇംഗിതജ്ഞൻ പുരുഷോത്തമൻ അന്നേരം മംഗല ദേവതയോട് ചൊല്ലിയിടിനാൻ. ഇക്കണ്ടവർകൾ മഹാനാകുന്നതും ഉൾക്കമലത്തിൽ നിനക്ക് മനോഹരെ നൽകിയിടുവന്നു നീ മറ്റാരുമില്ല നിന്നാകുത ഭംഗം വരുത്തുവാനോമലെ എന്നതു കേട്ടു ചിരിച്ചു വൈകം വിളിച്ചു ഹനുമാനു നൽകിനാൻ. ഹാരവും പൂണ്ടു വിളങ്ങിനാനേറ്റവും മാരുതിയും പരമാനന്ദ സംയുതം. അഞ്ജലിയോടും തിരുമുമ്പിൽ നിന്നിടും അഞ്ജനാപുത്രനെ കണ്ടു രഘുവരൻ മന്ദമരികെ വിളിച്ചരുൾ ചെയ്തിത ആനന്ദ പരവശനായ മധുരാക്ഷരം. മാരുതനന്ദനം വേണ്ടും ഭരത്തെ നീ വീരാവരിച്ചു കൊൾകേതും മടിയാതെ എന്നതു കേട്ടു വന്നിച്ചു കവീന്ദ്രനും. മന്നവൻ തന്നോട് അപേക്ഷിച്ചരുളിനാൻ. സ്വാമിൻ പ്രഭു നിന്തിരുവടി തന്നെ നാമവും ചാരു ചരിത്രവും ഉള്ള നാൾ ഭൂമിയിൽ വാഴുവാൻ അനുഗ്രഹിക്കണം. നാമം കേട്ടുകൊള്ളുവാൻ അനാരഥം രാമജപസ്മര ശ്രവണങ്ങളിൽ മാമക മാനസെ തൃപ്തി വരാ വിഭോ. മറ്റു വരം മമ വേണ്ടാതെയാനി മുറ്റമിളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കണം എന്നതു കേട്ടൊരു പുണ്ടരീകാക്ഷനു അനുഗ്രഹം നൽകിനാൻ. മൽക്കഥയുള്ള നാൾ മുക്തനായി വാഴുക നീ ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഖേ. ജാനകി ദേവിയും ഭോഗാനുഭൂതികൾ താനേ വരികെന്നനുഗ്രഹിച്ചിടിനാൻ. ആനന്ദ ബാഷ്പ പരിദാക്ഷനായവൻ വീണു നമസ്കൃത്യ പിന്നെയും പിന്നെയും രാമസീതാഞ്ജയ പാരം പണിപ്പെട്ടു രാമപാദാബ്ജം ചിന്തിച്ചു ചിന്തിച്ചു ചെന്നു ഹിമാചലം പൂക്കൂ തപസ്സിനായി. രാമചന്ദ്രായ നമോ. ഹരി ഓം. അടുത്ത ആരാ? ഹലോ. ആ തുടങ്ങുവാണ്. ആ പിന്നെ ഗുഹനെ വിളിച്ചു മനുവരൻ ഗച്ഛസഹേ പുരം ശൃംഗിവേരം ഭവാൻ
മൽച്ചരിതങ്ങളും ചിന്തിച്ചു വാഴുക നീ ഭോഗങ്ങളെല്ലാം ഭുജിച്ചു ചിരം പുനരേകഭാവം. ഇപ്പൊ കാണാം അല്ലേ? മൽചരിത്രങ്ങളും ചിന്തിച്ചു വാഴുക നീ ഭോഗങ്ങളെല്ലാം ഭുജിച്ചു ചിരം പുനരേകഭാവം ഭവിച്ചിടുകെന്നോടു നീ. ദിവ്യാംബരാഭരണങ്ങളെല്ലാം കൊടുത്ത വ്യാജഭക്തനു യാത്ര വഴങ്ങിനാൻ. പ്രേമഭാരേണ വിയോഗ ദുഃഖം കൊണ്ടു രാമനാലാശിഷ്ടനായ ഗുഹന്തത ഗംഗാ നദീ പരിശോഭിതമായൊരു ശൃംഗിവേരം പ്രവേശിച്ചു മരുവിനാൻ. മൂല്യമില്ലാത്ത വസ്ത്രാഭരണങ്ങളും മാല്യകളഭഹരിചന്ദനാദിയും പിന്നെയും പിന്നെയും വേണ്ടുവോളും നൽകി മന്നവൻ ഗാഠഗാഠം ഉണർന്നാതരാൽ മാർക്കടനായകന്മാർക്കും കൊടുത്തുപോയി കിഷ്കിന്ധ്യഭൂകം നയച്ചരുളിനാൻ. സുഗ്രീവനും വിയോഗേന ദുഃഖം പൂണ്ടു കിഷ്കിന്ധ്യപൂക്കു സുഖിച്ചു മരുവിനാൻ. സീതാ ജനകനായിടും ജനകനെ പ്രീതിയോടെ പറഞ്ഞാശ്ലേഷവും ചെയ്തു സീതയെ കൊണ്ടു കൊടുപ്പിച്ചൊരോദരം നൂതന വട്ടാംബരാഭരണാദിയും നൽകി. ഇദ്ദേഹരാജ്യത്തിന് പോകുന്ന പുൽകി കനിവോടു യാത്ര വഴങ്ങിനാൻ. കാശിരാജാവിനും വസ്ത്രാഭരണങ്ങളും ആശയാനന്ദം വരുമാറു നൽകിനാൻ. പിന്നെ മറ്റുള്ള നൃപന്മാർക്കുമൊക്കവേ മന്നവൻ നിർമ്മലഭൂഷണാദ്യങ്ങളും സമ്മാനപൂർവം കൊടുത്തയച്ചിടിനാൻ. സമ്മോദം ഉൾക്കൊണ്ടുപോയാറവർകളും. ഭക്തഞ്ചരേന്ദ്രൻ വിഭീഷണൻ അന്നേരം ഭക്ത്യാ നമസ്കരിച്ചാഞ്ചരണാംബുജേ. മേത്രമായി നീ ഉണച്ചോരു മൂലം മമ ശത്രുക്കളെ ജയിച്ചോനൊരു ജാതി ഞാൻ. ആ ചന്ദ്രതാരകം ലങ്കയിൽ വാഴുക നീ ആശമരികളിൽ ഉണ്ടാകയില്ലതേ. എന്നെ മറന്നു പോകാതെ നിരൂപിച്ച് പുണ്യജനാധിപനായി വസിച്ചിടടോ. വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണുപരായണനായി വിശുദ്ധാത്മനാ മുക്തനായി വാണിയിടുകെന്ന് എന്ന് നിയോഗിച്ചു മുക്താഫലം മണി സ്വർണ്ണാഭരണങ്ങളും ആവോളവും കൊടുത്താശു പോവാനയച്ച വിർമുത ഉണർന്നിടിനാൻ. പിന്നെയും ചിത്തേ വിയോഗ ദുഃഖം കൊണ്ടു കണ്ണു നീരത്യർത്ഥമിറ്റിറ്റു വീണും വണങ്ങയും ഗദ്ഗതവർണ്ണേന യാത്രയും ചൊല്ലിനാൻ. നിർഗമിച്ചാൻ ഒരു ജാതി വിഭീഷണൻ ലങ്കയിൽ ചെന്ന് സുഹൃജന തോടും ആതങ്കമൊഴിഞ്ഞു സുഖിച്ചു വാണിയിടിനാൻ. ജാനകിദേവിയോടും കൂടി രാഘവൻ ആനന്ദം ഉൾക്കൊണ്ടു രാജഭോജാന്വിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ. വൈധൈവ ദുഃഖം വനിതമാർക്കില്ലൊരു ജാതിഭയവും ഒരുത്തർക്കുമില്ലല്ലോ. സസ്യപരിപൂർണയല്ലോ ദരിദ്രിയും ദസ്യഭയവും ഒരിടത്തുമില്ലല്ലോ. ബാലമരണമകപ്പെടാറില്ല കാലേ വർഷിക്കുമല്ലോ ഘനങ്ങളും. രാമപൂജാപരന്മാർ നരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേവരും സന്തതം. വർണ്ണാശ്രമങ്ങൾ തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തയില്ലാരുമേ. എല്ലാവനുമുണ്ടനുകമ്പ മനസ്സേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ. നോക്കുമാറില്ലാരുമേ പരതാരങ്ങൾ ഓർക്കയുമില്ല പരദ്രവ്യമാരുമേ.
ഇന്ദ്രിയ നിഗ്രഹമെല്ലാവനുമുണ്ട് എന്റെയുമില്ല പരമാർക്കുമേ. നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. സകേതവാസികളായ ജനങ്ങൾക്ക് ലോകാന്തര സുഖമെന്തോന്നിതിൽ പരം. വൈകുണ്ഠലോക ഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങളകന്നുമേ വീടിനാർ. അധ്യാത്മരാമായണമിതത്രയും അത്യുത്തമോത്തമം മൃത്യുജയപ്രോക്തം അധ്യയനം ചെയ്യൽ മാർത്യനിജമറാമുക്തി സിദ്ധിക്കും, അതിനില്ല സംശയം. മൈത്രീഹരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം. ഭക്ത്യാ പഠിക്കലും ജ്വൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം. പുത്രാഭിലാഷിതുപുത്രനെയും തഥാ സിദ്ധിക്കും ആര്യജനങ്ങളിൽ സമ്മതം. വിദ്യാഭിലാഷി മഹാബുദ്ധിമാനായി വരും വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്ന നിർണയം. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും ആർത്തികേട്ടിടുകിലർത്ഥവ ആനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിൽ നാദരനായി വരും. ഭൂതൈവാൽ അമാർത്ഥമായുടനുണ്ടാകും ആദികളെല്ലാം അകന്നുപോ നിർണയം. ദേവപിതൃഗണതാപസാമുഖ്യന്മാരേവരുമേറ്റം പ്രസാദിക്കുമത്യരം കൽമഷമെല്ലാം അകലുമതിയെയല്ല ധർമാർത്ഥകാമമോഷങ്ങൾ സാധിച്ചിടും. ധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്കു ഉപദേശിച്ചിതാതരാൽ നിത്യവും ശുദ്ധബുദ്ധ്യാ ഗുരുഭക്തി ഉണ്ടധ്യയനം ചെയ്യലും മുതാകൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടങ്ങളും എന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥം ഇതൊക്കെ ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടുമാലോകരും. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സ്വാമി ശരണം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അന്നേരം അവിടെ 4.5 നാഴിക നേരം നിന്നിതു പരനേകാത്മാവായ നാരായണൻ സകല ജഗന്മയനാകിയ സനാതനൻ ജഗതി നിറഞ്ഞോരു വൈഷ്ണവ തേജസ്സോടും നിന്നരുളുന്ന നേരം അംബുജാസനത്ര വന്നിതു വിമാനങ്ങൾ തോറും ദേവകളുമായി ഭക്തി കൈക്കൊണ്ടു പിന്നെ സ്തുതിച്ചു തുടങ്ങിനാർ. ഭക്തന്മാർക്കെല്ലാം മുക്തി കൊടുക്കും നാഥാ ജയ. അമ്പുതി മധ്യേ പള്ളി കൊള്ളുന്ന നാഥാ ജയ. അംബുജത്തിങ്കലെന്നെ നിർമ്മിച്ച നാഥാ ജയ. യുദ്ധത്തിനടുത്തൊരു മധുകൈടപ്പന്മാരെ ബദ്ധരോഷേണ കൊന്നു മുടിച്ച നാഥാ ജയ. ദൈത്യന്മാരുടെ മഹാമേധസ് കൊണ്ടു തന്നെ ധാത്രിമണ്ഡലത്തെയും നിർമ്മിച്ച നാഥാ ജയ. രാത്രിയിൽ എന്നെ കൊണ്ട് സകല ജന്തുക്കളെ പേർത്തു നിർമ്മിപ്പിച്ചോരു പരമാത്മാവേ ജയ. കാലത്താൽ പ്രപഞ്ച സംഹാരം ചെയ്വതിനായേ നീലലോഹിതനായും വാണിയിടും നാഥാ ജയ. ഭൂപതി സത്യവ്രതാനുഗ്രഹത്തിനു മത്സ്യരൂപത്തെ പരിഗ്രഹിച്ചോരു രാഘവാ ജയ.
മന്ദരമുയർത്തുവാൻ കൂർമ്മമായവതരിച്ചിന്ദ്രാതിദേവകളെ പാലിച്ച നാഥ ജയ. ഹിരണ്യാക്ഷനെ കൊൽവാൻ ഹിരണ്യാക്ഷനെ കൊൽവാൻ അതിസൂകരമായി ധരണി ദേവി തന്നെ രക്ഷിച്ച നാഥ ജയ. ഹിരണ്യകശിപുമാം അസുരേന്ദ്രനെ കൊൽവാൻ നരസിംഹാകാരമായി ചമഞ്ഞ നാഥ ജയ. മൂന്നു ലോകവും മഹാബലിയോടർത്തിച്ചുടൻ മൂന്നടിയായളന്ന വാമനമൂർത്തേ ജയ. ധരണീന്ദ്രന്മാരായ ദുഷ്ടരെ വധിപ്പാനായി പരശുരാമനായി പിറന്ന നാഥ ജയ. രാവണൻ തന്നെ കൊൽവാൻ രാമനായി പിറന്നിപ്പോൾ ദേവകൾ തന്നെ പരിപാലിച്ച നാഥ ജയ. വസുദേവാത്മജനായി ഇനിമേൽ ബാലനായി വസുധാഭാരം തീർക്കും രേവതീപതേ ജയ. ദേവഗീതനായി കൃഷ്ണനായി പിറന്നിനി സേവകന്മാർക്കും മുക്തി കൊടുക്കും നാഥ ജയ. ഖഡ്ഗവും ധരിച്ചിനി കലികാലാന്തത്തിങ്കൽ കൽക്കിയായി ദുഷ്ടവധം ചെയ്തിടും നാഥ ജയ. നിഷ്കളനായ തവ തത്വത്തെ നിരൂപിച്ചാൽ ഉൾക്കമലത്തിലറിയാവതല്ലൊരുവർക്കും സൽഗതിയെടുത്തവനാചാര്യ രൂപം കൈക്കൊണ്ടുൾക്കാമിൽ നാനാവേദഭ്രമവും തീരും വണ്ണം സത്യമായുള്ള വസ്തു കാണുന്നോരുപദേശം ഭക്തനാം ശിഷ്യനെന്നറിയിച്ചാൻ കണ്ടിടാമത്രേ. സകല ശരീരികളുള്ളിലും ജീവാത്മാവായി സുഖബോധകമായ പരമാത്മാനംബരം അറിഞ്ഞു പുകഴ്ത്തുവാനില്ല വല്ലഭം വിശ്വം നിറഞ്ഞു മരുവീടും പുരുഷോത്തമാ ജയ. ഇക്കാലം ദശരഥപുത്രനായ അയോധ്യയിൽ വിഖ്യാത കീർത്തിയ രാമനായ മാധവ ജയ. വിശ്വരക്ഷാർത്ഥം പിന്നെ ലക്ഷ്മണനോടും കൂടി വിശ്വാമിത്രന്റെ പിമ്പേ പോയ രാഘവ ജയ. കാടകം പൂക്ക ശേഷം വിശ്വാമിത്രന്റെ ചൊല്ലാൽ താടക തന്നെ കൊല ചെയ്ത രാഘവ ജയ. വേഗേന സിദ്ധാശ്രമം പൂക്കുക വിശികനുടെ യാഗവും പരിപാലിച്ചിരുന്ന നാഥ ജയ. വിശ്വാമിത്രോക്ത്യ പുനരഹല്യാശാപം തീർത്തു വിശ്വനായക ശാപം ഖണ്ഡിച്ച നാഥ ജയ. സീതാവല്ലഭനായി പോരുമ്പോൾ മധ്യമാർഗം പ്രീതനായി ഭാർഗവനെ ജയിച്ച രാമാജയ. ബന്ധുവർഗവുമായി ചെന്ന അയോധ്യയിൽ പൂക്കു പന്തിരാണ്ടാനന്ദിച്ചു വസിച്ച നാഥ ജയ. ജനകനഭിഷേകത്തിനു ഭാവിച്ച നേരം ജനനി കൈകേകിയും മുടക്കി കളകയാൽ സീതയും അനുജനും താനുമായി വനം പൂക്കു മോദേന ചിത്രകൂടത്തിങ്കൽ മേവിന കാലം. ഖേദിച്ചു ദാതൻ സ്വർഗം പൂക്കാനെന്നതു കേട്ടു ഖേദിച്ചു ശേഷക്രിയ ചെയ്ത രാഘവ ജയ. ഭരതൻ തന്റെ ദുഃഖമടക്കി രാജ്യമെല്ലാം ഭരമേൽപ്പിച്ച് യാത്രയച്ചോരനന്തരം ദണ്ഡകാരുണ്യം ബുക്കും ദുഷ്ടനാം വിരാതനെ ഖണ്ഡിച്ചു മുനികളെ വന്ദിച്ച നാഥ ജയ. താപസനായ സുതീഷ്ണനെയും വന്ദിച്ചുടൻ ശോഭ തേടിയിടും അഗസ്ത്യാശ്രമം ബുക്ക ശേഷം താപസോത്തമനാകും അഗസ്ത്യൻ കൊടുത്തോരു ചാപവും ശരവും കൈക്കൊണ്ടുടൻ പുറപ്പെട്ടു. ഗൗതമിയാകും നദി തന്നെ തീരത്തിങ്കൽ കൗതുകത്തോട് സുമിത്രാത്മജൻ ചമച്ചൊരു പർണശാലയിൽ ഭാര്യ സോദര സമേതനായി ദണ്ഡമെന്നിയെ സുഖിച്ചിരുന്ന നാഥ ജയ. വന്നു കാമിച്ച രാത്രിയും ചെറിയാം ശൂർപ്പണക തന്നെ മൂക്കും മുലഛേദനം ചെയ്ത മൂലം ക്രൂതനായി 14 സഹസ്രം പടയോടും യുദ്ധത്തിനടുത്തൊരു കരനെ കൊല ചെയ്തു. പൊന്മാനായി വന്ന മാരീചാസുരനുടെ പിമ്പെ സമ്മോഹം പൂണ്ടുപോയ നേരത്തു ദശാനനൻ വൈദേഹി തന്നെ കട്ടുകൊണ്ടുപോയ അവസ്ഥകൾ ഖേദേന ജഡായി ചൊന്നതിനെ കേട്ട ശേഷം മരിച്ച പക്ഷിക്കു ശേഷക്രിയകളും ചെയ്തു കരുത്തനായ കവന്തനു സൽഗതി നൽകി. ശബരി തന്നെ കണ്ടുവരവും കൊടുത്തുടൻ സപതി പമ്പാതീരം ബുക്കതിശോകത്തോടും നടക്കും നേരം വായുപുത്രനെ കണ്ടുകിട്ടി. പടുത്തമോടും അവൻ സുഗ്രീവൻ തന്നെ കാട്ടി സഖ്യവും ജയിപ്പിച്ചു ബാലിയെ വധം ചെയ്തു. ദുഃഖേന ചതുർമാസ്യമിരുന്ന നാഥ ജയ. 4 ദിക്കിലും നാനാ വാനര പ്രവരന്മാർ കാലേ പോയി അന്വേഷിച്ചു ജാനകി ദേവി തന്നെ അങ്കുലീയവും ഹനുമാനുടെ കയ്യിൽ നൽകി. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. രാമസ്വാമിക്ക് 4
ദിക്കിലും നാനാ വാനരപ്രവരന്മാർ കാലേ പോയി അന്വേഷിച്ച ജാനകീ ദേവി തന്നെ അങ്കുലീയവും ഹനുമാനുടെ കയ്യിൽ നൽകി അംഗദാദികളോടും തെക്കോട്ടു നടകൊണ്ടാൻ പാതാളം തന്നിൽ സ്വയം ബ്രഹയെ കണ്ടുകിട്ടി പ്രീതന്മാരായി ചെന്നു വാരിധി തീരം പുക്കാർ സമ്പാദിവാചാ സമുദ്രം കടപ്പാനായി വായു സംഭവൻ മഹേന്ദ്രത്തിൻ മുകളിൽ കരേറിനാൻ വാരിധി ചാടിക്കടന്നാശുലങ്കയിൽ ചെന്നു താരിന്മാതിനു തിരുവാഴിയും കൊടുത്തവൻ ചൂടാരത്നവും വാങ്ങിട്ടുദ്യാന ഭംഗം ചെയ്തു പ്രൗഢതയോട് ഉടൻ പോരിന്നു നേരിട്ടൊരു രക്ഷോ വീരന്മാരാകും രാവണ തനയനാം അക്ഷകുമാരനെയും കൊന്നു രാവണനാകും ദുഷ്ടനെ കണ്ടു വൃത്താന്തം പറഞ്ഞിട്ടു ലങ്ക ചുട്ടു പൊട്ടിച്ചു വാരാനിധിയും കടന്നുടൻ തുഷ്ടി പൂണ്ടങ്കദാദി വാനരന്മാരുമായി വന്നിഷ്ടമൂടാശു കണ്ടേൻ ദേവിയെ എന്നാശു ചൊന്ന മാരുതി തന്നെ പിടിച്ചാശ്ലേഷം ചെയ്തു ഗാഠം വാരിജാക്ഷിയെ ചിന്തിച്ചിരുന്ന നാഥ ജയ സമൂത്തേന മഹാവാനരപ്പടയോടും സമരത്തിനു പുറപ്പെട്ട രാഘവ ജയ ദക്ഷിണ സമുദ്രത്തിനുത്തര തീരം പുക്കു രക്ഷോ നാഥനും വിചാരം തുടങ്ങിനാനപ്പോൾ വന്നിങ്ങു കണ്ട വിഭീഷണനെ ലങ്കാനാഥനെന്ന് അഭിഷേകം ചെയ്തു വാഴിച്ച നാഥ ജയ വരുണൻ വഴി നൽകാഞ്ഞളവു ബില്ലും വാങ്ങി ശരവും തൊടുത്തപ്പോൾ അവനും ഭയപ്പെടാൻ നളനെ കൊണ്ടു ചിറകെട്ടിച്ചു കൊള്ളുക ഞാൻ താൻ വഴിയും തരാമെന്നു വരുണൻ ചൊന്ന നേരം രാമനാഥനെ പ്രതിഷ്ഠിച്ച അനുഗ്രഹം വാങ്ങി താമസിയാതെ നളനിട്ടൊരു ചിറതന്മേൽ മർക്കടപ്പടയോടുമക്കരെ കടന്നുടൻ രക്ഷോ നായകൻ തന്നെ കൊന്ന നാഥ ജയാം തൽക്ഷണേ വിഭീഷണൻ തന്നെ ലങ്കേശനെന്നു രക്ഷോ വീരന്മാരോടും വാഴിച്ച നാഥ ജയ അഗ്നിയിൽ മുഴുകി വന്നൊരു ജാനകിയായ പത്നിയെ പരിഗ്രഹിച്ചൊരു രാഘവ ജയ സോദര നിശാചര വാനരപ്പടയുമായി വൈദേഹിയോടും കൂടെ പുഷ്പകം കരയേറി നന്ദി ഗ്രാമത്തിങ്കൽ വന്നിറങ്ങി ഭരതനെ നന്ദിപ്പിച്ചാശ്ലേഷം ചെയ്തൊരു രാഘവ ജയ താപസ നിശാചര വാനരവരരോടും താപങ്ങളകന്നൊരു സോദര വീരരോടും ഭൂദേവാദികളായ രാജ്യവാസികളോടും വൈദേഹിയോടും അയോധ്യാപുരം പുക്കു അഭിഷേകവും ചെയ്തു ബന്ധുവർഗത്തോടും ചെന്ന അഭിമോദേന രാജ്യം പാലിച്ച നാഥ ജയ കുംഭസംഭവൻ പറഞ്ഞൻപോടു നിശാചര സംഭവമെല്ലാം അറിഞ്ഞൊരു രാഘവ ജയ മൈഥിലി തന്നെ അപവാദ ശങ്കയാ കളഞ്ഞാതങ്കമുള്ളിൽ മറച്ചിരുന്ന നാഥ ജയ സ്വർണം കൊണ്ടവളുടെ ഉടൽ നിർമ്മിച്ചു യാഗങ്ങളും ഒന്നൊന്നാ ചെയ്തു കീർത്തി പൊങ്ങിച്ച നാഥ ജയ അമ്മമാരുടെ ശേഷക്രിയകളെല്ലാം ചെയ്തു ധർമ്മദാനങ്ങൾ ചെയ്തു വസിച്ച നാഥ ജയ വാൽമീകിയുടെ ശിഷ്യന്മാരാകുന്ന കുമാരന്മാർ സൗമ്യന്മാരായ ഉഷ
ലവന്മാർ ഗാനം ചെയ്ത ചിത്രമാ രാമായണമാകിയ കാവ്യം കേട്ടു ചിത്തസന്തോഷം പൂണ്ടു വസിച്ച നാഥ ജയ. സത്യത്തെ രക്ഷിപ്പാനായി സൗമിത്രി തന്നെ ത്യജിച്ചെത്രയും ദുഃഖത്തോടെ വസിച്ച നാഥ ജയ. സോദര അമാതൃ നിശാചര വാനരരോടും സാദരമയോധ്യാവാസികളായവരോടും വന്നിക സരയൂ തീരത്തിങ്കലതുകാലം നിന്നരുളും രാമ രാഘവ ജയ ജയ. നമസ്തേ രാമ രാമ നമസ്തേ സീതാവതേ നമസ്തേ രഘുപതേ രാവണാന്തഹാരേ. നമസ്തേ നാരായണ നമസ്തേ ലക്ഷ്മീപദേ നമസ്തേ ഭുവനേക നായക കൃപാനിധേ പരമാനന്ദമൂർത്തേ നമസ്തേ പരാത്മനേ പരബ്രഹ്മമേ പരം പുരുഷ നമോസ്തുതേ. ചതുരാനനിധി സ്തുതി ചെയ്തോരു നേരം മധുര സ്ഫുടാക്ഷരമരുളി ചെയ്തു ദേവൻ, എന്നോടുകൂടി പോരും ജനങ്ങളെല്ലാവർക്കും വിണ്ണവരുടെ ലോകം കൊടുത്തിടുക വേണം എന്നതു കേട്ട് വിധാതാ വരുൾ ചെയ്തിടിനാൻ. വന്നിക സരയുവിൽ മുഴുകിയിടുവനെങ്കിൽ വാനരപ്രവരന്മാർ തങ്ങൾക്കു കാരണമാം വാനവരോടു ചേർന്നിതു സമസ്തരും മറ്റുള്ള ജനങ്ങളും അന്നേരം സരയുവിൽ തെറ്റൊന്നു മുഴുകിപ്പോ ദിവ്യവേഷത്തെ പൂണ്ടാൻ. ദേഹങ്ങളെല്ലാം ഉദകം തന്നിലാക്കി ദേവലോകവും ബുക്ക സമസ്ത ജനങ്ങളും വിഷ്ണുമൂർത്തിയും അനുജന്മാരോടൊരുമിച്ചു വിഷ്ണുലോകവും ബുക്കാൻ. അമരന്മാരുമായാർ മാനുഷർ നിശാചരർ പക്ഷികൾ മൃഗങ്ങളും വാനരർ പിപീലിക ജാതികളാദിയെല്ലാം രാഘവസ്വാമിയുടെ കാരുണ്യമുണ്ടാകയാൽ നാഗലോകവും ബുക്കു സുഖിച്ചിതെല്ലാവരും. ദേവകൾ സനകാദിമുനികൾ വിരിഞ്ചനും സേവിച്ചു ലക്ഷ്മി ദേവി തന്നോടും ഭൂമിയോടും യോഗേശൻ അനന്തനാം പള്ളി തൽപ്പത്തിന്മേലെ യോഗനിദ്രയും പൂണ്ടു ഭഗവാൻ നാരായണൻ. രാമനാമത്തെ ജപിച്ചിടുന്ന ജനങ്ങളും രാമസായൂജ്യം പ്രാപിച്ചിടുവോരെന്നു നൂനം. പാരിലുള്ള അജ്ഞാനകൾ കറിവാൻ തക്കവണ്ണം ശ്രീരാമചരിതം ഞാനിങ്ങനെ ചൊല്ലിയിടിനേൻ. സജ്ജനമാനന്ദിച്ചു നൽകിയിടും അനുഗ്രഹം ദുർജന ദുർഭാഷണം ബഹുമാനിച്ചിടേണ്ട. രാമചന്ദ്രസ്വാമിയൻ മനസേ വസിക്കണം, ശ്രീ മഹാലക്ഷ്മിയോടും അതിനു വന്ദിക്കുന്നേൻ. രാമചന്ദ്രസ്വാമിയൻ മനസേ വസിക്കണം, ശ്രീ മഹാലക്ഷ്മിയോടും അതിനു വന്ദിക്കുന്നേൻ. രാമചന്ദ്രസ്വാമിയൻ മനസേ വസിക്കണം, ശ്രീ മഹാലക്ഷ്മിയോടും അതിനു വന്ദിക്കുന്നേൻ. ഇങ്ങനെ പറഞ്ഞടങ്ങിയിടിനാൻ കിളിമകൾ, ഇങ്ങനെ ഭക്തി പൂണ്ട് വസിച്ചാരെല്ലാരുമേ. രാമ 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 പാഹി മാം, രാമ രാമ പാഹി മാം. ശ്രീരാം.
ഹരി ഓം ഹരി. ഭജനാവലിയാണ് ഗണേശ സ്തുതി ശ്രീമതി ശങ്കരാചാര്യജി സാഹസം. ഗജമുഖഗണപതേ തുയിലുണരുണസുരപതേ കന്നിമുല ഭഗവാനെ തുണയരുളുക ഗണപതേ. ഗജമുഖഗണപതേ തുയിലുണരുണസുരപതേ കന്നിമുല ഭഗവാനെ തുണയരുളുക ഗണപതേ. ജയ് 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 ഗണേശ, 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 ജയ് 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 ഗണേശ. ഗജമുഖ ഗണപതേ തുയിലുണരുക സുരപതേ കന്നിമുല ഭഗവാനെ തുണയരുളുക ഗണപതേ. ഇരുമുടി കെട്ടിലെന്റെ പുണ്യപാവ കനിവുണ്ട്, ഒരു പിടി അവൾ മലരായി അമ്മ തന്ന കനിവുണ്ട്. ഇരുമുടി കെട്ടിലെന്റെ പുണ്യപാവ കനിവുണ്ട്, ഒരു പിടി അവൾ മലരായി അമ്മ തന്ന കനിവുണ്ട്. ഗൗരി നന്ദന പശുപതി രഞ്ജക ദേവവിനായക ലംബോദര ഗണപതി വിഘ്നങ്ങൾ തീർക്കണമേ. ജയ് 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 ഗണേശ, 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 ജയ് 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 ഗണേശ. ഗജമുഖ ഗണപതേ തുകിലുണരുക സുരപതേ കന്നിമുല ഭഗവാനെ തുണയരുളുക ഗണപതേ. ഗജമുഖ ഗണപതേ തുകിലുണരുക സുരപതേ കന്നിമുല ഭഗവാനെ തുണയരുളുക ഗണപതേ. അവിലട ശർക്കരയും തേൻ കദളി പഴമുമുണ്ട്, ഗുരുവരനെ ഒരു നാമമന്ത്ര ഭജമുമുണ്ട്. അവിലട ശർക്കരയും തേൻ കദളി പഴമുമുണ്ട്, ഗുരുവരനേകി ഒരു നാമമന്ത്ര ഭജമുമുണ്ട്. ചിന്മയമൂർത്തേ കരുണാവാരിതേ പാവന കീർത്തേ ശുഭമംഗളവരദനേ നൈവേദ്യം കയ്യേക്കണമേ. ജയ് 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 ഗണേശ, 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 ജയ് 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 ഗണേശ. ഗജമുഖ ഗണപതേ തുയിലുണരുക സുരപതി കന്നിമൂല ഭഗവാനെ തുണയരുളുക ഗണപതി. ഗജമുഖ ഗണപതേ തുയിലുണരുക സുരപതി കന്നിമൂല ഭഗവാനെ തുണയരുളുക ഗണപതി. ജയ് 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 ഗണേശ, 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 ജയ് 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 ഗണേശ. Good evening, everyone. Har Har Mahadev. हे भोळ्या शंकरा, हे भोळ्या शंकरा, आवड तुला बेलाची, आवड तुला बेलाची, बेलाचा पानाची. हे भोळ्या शंकरा, हे भोळ्या शंकरा, आवड तुला बेलाची, आवड तुला बेलाची, बेलाचा पानाची. हे भोळ्या शंकरा, शंकरा, हे भोळ्या शंकरा, महादेवा, हे भोळ्या शंकरा. गळ्यामध्ये रुद्रांशाचा माळा, लाविले ते भस्म कपाळा. हो, गळ्यामध्ये रुद्रांशाचा माळा, लाविले ते भस्म कपाळा. हो, आवड तुला बेलाची, आवड तुला बेलाची, बेलाचा पानाची. हे भोळ्या शंकरा, हे भोळ्या शंकरा,
आवड तुला बेलाची, आवड तुला बेलाची, बेलाचा पानांची, हे भोळ्या शंकरा, हे भोळ्या शंकरा, आवड तुला बेळाची, आवड तुला बेळाची, बेलाचा पानाची, हे भोळ्या शंकरा, हे भोळ्या शंकरा, त्रिशूल डमरू हाती, संगेनाचे पार्वती, हो त्रिशूल डमरू हाती, संगेनाचे पार्वती, हो आवड तुला बेलाची, आवड तुला बेलाची, बेलाचा पानाची, हे भोळ्या शंकरा, हे भोळ्या शंकरा, आवड तुला बेळाची, आवड तुला बेलाची, बेलाचा पानांची, हे भोळ्या शंकरा, हे भोळ्या शंकरा, आवड तुला बेलाची, आवड तुला बेलाची, बेलाचा पानांची, हे भोळ्या शंकरा, हे भोळ्या शंकरा, भोळेलात आलो तुझा दारी, कुठेही दिसेना पुजारी, हो भोलेनाथ आलो तुझा दारी, कुठेही दिसेना पुजारी, हो आवड तुला बेलाची, आवड तुला बेलाची, बेलाचा पानाची, हे भोळ्या शंकरा, हे भोळ्या शंकरा, आवड तुला बेलाची, आवड तुला बेलाची, बेलाचा पानाची, हे भोळ्या शंकरा, हे भोळ्या शंकरा, शंकरा, हे भोळ्या शंकरा, हे भोळ्या शंकरा, महादेवा, हे भोळ्या शंकरा. सद्गुरु साईनाथ महाराज की जय. स्वामी शरणमయ్యప్ప. நன்றி. അടുത്തതായി പരാശക്തിക്ക് വേണ്ടി ഒരു സ്തുതി ചൊല്ലുന്നത് ശ്രീദേവി നായർജി. जय जग जननी माँ देवी, जय संतोषी माँ, जय जग जननी माँ देवी, जय संतोषी माँ, त्रिशोकपालिनी आनंददायिनी, जय संतोषी माँ, जय जग जननी माँ देवी, जय संतोषी माँ, ब्रह्म सनातनी ओंकारेश्वरी, जय संतोषी माँ, कमल विहारिणी त्रिशूल धारिणी, जय संतोषी माँ, जय जग जननी माँ देवी, जय संतोषी माँ, जय जगदम्बे चामुंडेश्वरी, जय संतोषी माँ, भगवती भारती देवी सरस्वती, जय संतोषी माँ, जय जग जननी माँ देवी, जय संतोषी माँ,
ശിവ ശിവ ശങ്കരി ശശാങ്ക ശേഖരി ജയ സന്തോഷി മാ ശുഭകരദായിനി അഭയപ്രദായിനി ജയ സന്തോഷി മാ ജയ ജഗജനനി മാ ദേവി ജയ സന്തോഷി മാ ത്രിലോകപാലിനി ആനന്ദദായിനി ജയ സന്തോഷി മാ ജയ ജഗജനനി മാ ദേവി ജയ സന്തോഷി മാ ജയ സന്തോഷി മാ ജയ സന്തോഷി മാ ആദിപരാശക്തി മാ കി ജയ്. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. നാഗരാജാവേ ശരണമയ്യപ്പ. തിരുമാന്താംകുന്നീലെ കൊള്ളുവൻ പാട്ട് തട്ടകം തെളിയേക്കും വള്ളുവൻ പാട്ട്. തിരുമാന്താങ്കും നീലെ കൊള്ളുവൻ പാട്ട് തിരുമാന്താങ്കും നീലെ കൊള്ളുവൻ പാട്ട് തട്ടകം തെളിയേക്കും വള്ളുവൻ പാട്ട് തട്ടകം തെളിയേക്കും വള്ളുവൻ പാട്ട്. തിരതേറോ തേടുന്ന താളപ്പാട്ട് തിരതേറോ തേടുന്ന താളപ്പാട്ട് തെച്ചിപ്പൂമാല കൊടുക്കും പാട്ട്. അമ്മേ ഭഗവതി ഭദ്രകാളി അമ്മേ ഭഗവതി ഭദ്രകാളി നീയൊഴിഞ്ഞാരും ശരണമില്ല നീയൊഴിഞ്ഞാരും ശരണമില്ല. ആളുകളെത്തുന്നു തിരുനടയിൽ ആളുകളെത്തുന്നു തിരുനടയിൽ ആഴിയിൽ ചേരുവാൻ പുഴകൾ പോലെ ആഴിയിൽ ചേരുവാൻ പുഴകൾ പോലെ. ആദിത്യ കതിരിൻ ചരടു കേട്ടേ ആദിത്യ കതിരിൻ ചരടു കേട്ടേ ഭൂമിക്കോടം പാടും പുള്ളുവത്തി ഭൂമിക്കോടം പാടും പുള്ളുവത്തി. കാറ്റിൽ വന്നിട്ടുന്നു കാണാനാരോ കാറ്റിൽ വന്നെത്തുന്നു കാണാനാരോ കാത്യായനി ദേവി നീയൊഴികെ കാത്യായനി ദേവി നീയൊഴികെ. കാട്ടില പച്ചകൾ പത്തി നീർത്തേ കാട്ടില പച്ചകൾ പത്തി നീർത്തേ കാട്ടുന്നു തുള്ളുന്നു നാഗനൃത്തം കാട്ടുന്നു തുള്ളുന്നു നാഗനൃത്തം. ആലിന്നേഴലൊത്തു നാഗത്താന്മാർ ആലിൻ നേഴലൊത്തു നാഗത്താൻ
ആത്മാർ ആടുന്നു പുലരി പൊന്മഞ്ഞളാടി ആടുന്നു പുലരി പൊന്മഞ്ഞളാടി നാടികൾ നാഗങ്ങളാകം പോറ്റൽ നാടികൾ ങ്ങളാകം പോറ്റിൽ നീ നിൻ കടാക്ഷം ചൊരിഞ്ഞുവെങ്കിൽ നീ നിൻ കടാക്ഷം ചൊരിഞ്ഞുവെങ്കിൽ ആദിയും വ്യാധിയും മാറുമെന്നായി ആദിയും വ്യാധിയും മാറുമെന്നായി ആർക്കാണറിയാത്തു കുന്തിലമ്മേ ആർക്കാണറിയാത്തു കുന്തിലമ്മേ കരളിനകത്തും കളമെഴുതേ കരളിനകത്തും കളമെഴുതേ കഴിയുന്നവരിൽ കടന്നു കേറി കഴിയുന്നവരിൽ കടന്നു കേറി കതിർവേള വാളേറ്റിയാടുമമ്മേ കതിർവേള വാളേറ്റിയാടുമമ്മേ കനിയണേ തിരുമാന്ത കുന്തിലമ്മേ കനിയണേ തിരുമാന്ത കുന്തിലമ്മേ ഞാനെന്ന പാണന്റെ വീണമീട്ടേ ഞാനെന്ന പാണന്റെ വീണമീട്ടേ പാടും പൊരുളിന്റെ പാതിയെന്നായി പാടും പൊരുളിന്റെ പാതിയെന്നായി പണ്ടുള്ളോരുൾക്കൊണ്ട പാർവതിയായി പണ്ടുള്ളോരുൾക്കൊണ്ട പാർവതിയായി കണ്ടു വണങ്ങും നിൻ കാളിയമ്മേ കണ്ടു വണങ്ങും നിൻ കാളിയമ്മേ വിണ്ടലം നക്ഷത്ര കണ്ണുകളാൽ വിണ്ടലം നക്ഷത്ര കണ്ണുകളാൽ കണ്ടു നിന്നിടുന്ന കാഴ്ച കാണാൻ കണ്ടു നിന്നിടുന്ന കാഴ്ച കാണാൻ മണ്ഡല പൂജയിൽ പങ്കുകൊള്ളാൻ മണ്ഡല പൂജയിൽ പങ്കുകൊള്ളാൻ വേണ്ട പോൽ ഭാഗ്യമരുളുകമ്മേ വേണ്ട പോൽ ഭാഗ്യമരുളുകമ്മേ നീയെന്നോരേകാഗ്ര ചിന്തയാലേ നീയെന്നോരേകാഗ്ര ചിന്തയാലേ നെയ്യിൽ വിളക്കു കൊളുത്തിടുന്നേ നെയ്യിൽ വിളക്ക് കൊളുത്തിടുന്നേ മെയ്യും മനസ്സും നീ കാത്തു കൊള്ളുക മെയ്യും മനസ്സും നീ കാത്തു കൊള്ളുക മെയ്യും മനസ്സും നീ കാത്തു കൊള്ളുക കയ്യൊഴിയാതെന്നെ കാളിയമ്മേ കയ്യൊഴിയാതെന്നെ കാളിയമ്മേ കയ്യൊഴിയാതെന്നെ കാളിയമ്മേ നാഗമാതാവീ ശരണമയ്യപ്പ അടുത്തതായി ഹനുമാൻ സ്തുതി ചൊല്ലുന്നത് ശ്രീമതി വത്സല പണിക്കർജി സാസ് ശൈലം.
സ്വാമിയേ ശരണമയ്യപ്പ. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാത തരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. നമോ വാഞ്ജനേയം നമോ ദിവ്യകായം നമോ വായുപുത്ര നമോ സൂര്യമിത്രം നമോ നിഖിലരക്ഷാകരം രുദ്രരൂപം നമോ മാരുതിം രാമദൂതം നമാമി. നമോ വാനരേശം നമോ ദിവ്യഭാസം നമോ വജ്രദേഹം നമോ ബ്രഹ്മതേജം നമോ ശത്രുസംഹാരകം വജ്രകായം നമോ മാരുതിം രാമദൂതം നമാമി. ശ്രീ ആഞ്ജനേയം നമസ്തേ പ്രസന്നാഞ്ജനേയം നമസ്തേ ശ്രീ ആഞ്ജനേയം നമസ്തേ പ്രസന്നാഞ്ജനേയം നമസ്തേ. നമോ വാനരേന്ദ്രം നമോ വിശ്വപാലം നമോ വിശ്വമോദം നമോ ദേവശൂരം നമോ ഗഗനസഞ്ചാരിതം പവനതനയം നമോ മാരുതിം രാമദൂതം നമാമി. നമോ രാമദാസം നമോ ഭക്തപാലം നമോ ഈശ്വരാംശം നമോ ലോകവീരം നമോ ഭക്തചിന്താമണിം ഗദാപാണിം നമോ മാരുതിം രാമദൂതം നമാമി. ശ്രീ ആഞ്ജനേയം നമസ്തേ പ്രസന്നാഞ്ജനേയം നമസ്തേ ശ്രീ ആഞ്ജനേയം നമസ്തേ പ്രസന്നാഞ്ജനേയം നമസ്തേ. നമോ പാപനാശം നമോ സുപ്രകാശം നമോ വേദസാരം നമോ നിർവികാരം നമോ നിഖില സംഭൂജിതം ദേവശ്രേഷ്ഠം നമോ മാരുതിം രാമദൂതം നമാമി. നമോ കാമരൂപം നമോ രൗദ്രരൂപം നമോ വായുതനയം നമോ വാനരക്രം നമോ ഭക്തവരദാകരം ആത്മവാസം നമോ മാരുതിം രാമദൂതം നമാമി. ശ്രീ ആഞ്ജനേയം നമസ്തേ പ്രസന്നാഞ്ജനേയം നമസ്തേ ശ്രീ ആഞ്ജനേയം നമസ്തേ പ്രസന്നാഞ്ജനേയം നമസ്തേ. നമോ രമ്യനാമം നമോ ഭവപുനിതം നമോ ചിരഞ്ജീവം നമോ വിശ്വപൂജ്യം നമോ ശത്രുനാശനകരം ധീരരൂപം നമോ മാരുതിം രാമദൂതം നമാമി. നമോ ദേവദേവം നമോ ഭക്തരത്നം നമോ അഭയവരദം നമോ പഞ്ചവദനം നമോ ശുഭം ശുഭമംഗളം ആഞ്ജനേയം നമോ മാരുതിം രാമദൂതം നമാമി. നമോ ദേവദേവം നമോ ഭക്തരത്നം നമോ അഭയവരദം നമോ പഞ്ചവദനം നമോ ശുഭമംഗളം ആഞ്ജനേയം നമോ മാരുതിം രാമദൂതം നമാമി. ശ്രീ ആഞ്ജനേയം നമസ്തേ പ്രസന്നാഞ്ജനേയം നമസ്തേ ശ്രീ ആഞ്ജനേയം നമസ്തേ പ്രസന്നാഞ്ജനേയം നമസ്തേ. സ്വാമി ശരണം. അടുത്തതായി ശ്രീരാം സ്തുതിയാണ്. ശ്രീമതി വിജയ നായർജി. ജയ ശ്രീരാം. രാമ ഹരേ ജയ രാമ ഹരേ രാജീവലോചന രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാജീവലോചന രാമ ഹരേ. രാമായണത്തിന്റെ ശീലുകൾ പാടുന്ന രാമായണത്തിലെ പൈങ്കിളിയേ രാമന്റെ സത്കഥ വീണ്ടും നീ പാടുക രാവുകൾ മായുവാനെന്നതിനായി. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാജീവലോചന രാമ ഹരേ
രാമനും സീതയും കാട്ടിൽ നടന്നപ്പോൾ രാമനെ ധ്യാനിച്ചു പിമ്പെ നടന്നോരാ രാമസഹോദരൻ തന്റെ കഥകളും രാമായണത്തിലെ തത്തെ പറകളും. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാജീവലോചന രാമ ഹരേ. ഇന്നതു കേൾക്കുമ്പോൾ എന്നുടെ ദുഃഖവും നന്നായി മാറുന്നു ഹൃത്തിൽ നിന്നും. എന്നുടെ ചിത്തത്തിൽ വന്നു വിളങ്ങണേ മന്നവ കോസല രാജഹരേ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ എന്നു മുഴങ്ങുന്നു രാജീവ നേത്ര ഹേ സീതാപദേ. രാമ എന്നുള്ള മന്ത്രമതെപ്പോഴും രാമ മുഴങ്ങുന്നു കർണങ്ങളിൽ. രാമ ഹരേ ജയ എന്നു മുഴങ്ങുന്നു രാജീവ നേത്ര ഹേ സീതാപദേ. രാമ എന്നുള്ള മന്ത്രമതെപ്പോഴും രാമ മുഴങ്ങുന്നു കർണങ്ങളിൽ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാജീവലോചന രാമ ഹരേ. രാമായണത്തിന്റെ ശീലുകൾ പാടുന്ന രാമായണത്തിലെ പൈങ്കിളിയേ. രാമന്റെ സത്കഥ വീണ്ടും നീ പാടുക രാവുകൾ മായുവാനെന്നതിനായി. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാജീവലോചന രാമ ഹരേ രാജീവലോചന രാമ ഹരേ. ജയ ശ്രീരാം. രാധേ ശ്യാം. അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ ഭജനാവലിയുടെ അവസാന പാട്ടും പാടിക്കഴിഞ്ഞിരിക്കുന്നു. ശ്രീരാംജിക്ക് വേണ്ടി ഒരു കീർത്തനം ഞാനും ചൊല്ലാൻ ആഗ്രഹിക്കുന്നു. ആർത്തിക്ക് മുമ്പായിട്ട്. നീയല്ലോ രാമ ബഹുരൂപം പൂണ്ട് കാൺമതെല്ലാം നീയല്ലോ രാമ ബഹുരൂപം പൂണ്ട് കാൺമതെല്ലാം നീയല്ലോ രാമ. വേദം നാലും വീണ്ടെടുക്കാൻ മത്സ്യമായതും നീയല്ലോ. വേദം നാലും വീണ്ടെടുക്കാൻ മത്സ്യമായതും നീയല്ലോ. മന്ദരഗിരിയുയർത്തിയെടുക്കാൻ കൂർമ്മമായതും നീയല്ലോ. മന്ദരഗിരിയുയർത്തിയെടുക്കാൻ കൂർമ്മമായതും നീയല്ലോ. നീയല്ലോ രാമ ബഹുരൂപം പൂണ്ട് കാൺമതെല്ലാം നീയല്ലോ രാമ. പണ്ടു വരാഹവതാരമെടുത്തൊരു ധരയെ കാത്തതും നീയല്ലോ. പണ്ടു വരാഹവതാരമെടുത്തൊരു ധരയെ കാത്തതും നീയല്ലോ. പ്രഹ്ലാദനു തുണയേകാനായി നരസിംഹ
മാതൃഗണത്തെ ഹനീപാനായി മൃഗരാമനായതും നീയല്ലോ നീയല്ലോ രാമ. ബഹുരൂപം പൂണ്ട് കാൺമതെല്ലാം നീയല്ലോ രാമ. കംസാദികളെ വധിപ്പാനായി ശ്രീ കൃഷ്ണനായതും നീയല്ലോ. കംസാദികളെ വധിപ്പാനായി ശ്രീ കൃഷ്ണനായതും നീയല്ലോ. ദുഷ്ടരയേറും കലികാലത്തൊരു കൽകിയാവതും നീയല്ലോ. ദുഷ്ടരയേറും കലികാലത്തൊരു കൽകിയാവതും നീയല്ലോ നീയല്ലോ രാമ. ബഹുരൂപം പൂണ്ട് കാൺമതെല്ലാം നീയല്ലോ രാമ നീയല്ലോ രാമ. ബഹുരൂപം പൂണ്ട് കാൺമതെല്ലാം നീയല്ലോ രാമ. ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി. ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി. ഹരി കൃഷ്ണ 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 ഹരി ഹരി. ശ്രീ കൃഷ്ണ ഗോവിന്ദ ഹരി മുരാരി. ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ കൃഷ്ണ ഗോവിന്ദ ഹരി മുരാരി. ശ്രീനാഥ നാരായണ വാസുദേव. एकमात्र स्वामी सखा हमारे. एकमात्र स्वामी सखा हमारे. हे नाथ नारायण वासुदेव. हे नाथ नारायण वासुदेव. राधे कृष्ण राधे कृष्ण राधे राधे कृष्ण राधे राधे कृष्ण राधे कृष्ण राधे कृष्ण कृष्ण राधे. त्वमेव माता च पिता त्वमेव. त्वमेव बन्धु च सखा त्वमेव. त्वमेव विद्या द्रविणं त्वमेव. त्वमेव सर्वं मम देव देव. कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृति स्वभावात् करोमि यज्ञं सकलं परस्मै नारायणायेति समर्पयामि. अच्युतं केशवं राम नारायणं कृष्ण दामोदरं वासुदेवं हरि. श्रीधरं माधवं गोपिका वल्लभं जानकीनायकं श्रीरामचन्द्रं भजे. हरे राम 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 हरे हरे. हरे कृष्ण 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 हरे हरे. हरे हरे राम 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 हरे हरे. हरे हरे कृष्ण 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 हरे हरे. हरे राम 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 हरे हरे. हरे कृष्ण 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 हरे हरे. बोलो सियावर रामचंद्र की जय. पवन सुत हनुमान की जय. जय 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 शक्ति. ओम श्री जय 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 शक्ति. जय जय अनिंदिनं पाडि पणिन्दों जगयंगम अमिधि ऐदाम. ओम श्री जय 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 शक्ति. ദ്രൗപദിയോ ഇൻപവും വാഴ്വിൽ തുലങ്ക. தேவையெல்லாம் அடைய அம்மம்மா தேவையெல்லாம் அடைய
கரம் கவிதோமினி காலை விடோமடி கரம் கவிதோமினி காலை விடோமடி கருணை உடன் அணைப்பாய் ஓம் ஸ்ரீ ஜெய 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 சக்தி காஷி நிலங்கம் வேட்டுமை போக கருத்தினில் அன்பருள்மாய் அம்மம்மா கருத்தினில் அன்பருள்மாய் தேஷுடன் வாட கட்டாடடி காஷி தேவியுடன் அடைக்கல்மே ஓம் ஸ்ரீ ஜெய 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 சக்தி நமஸ்காரம் இருவினை கருத்தினில் ஞான நல்லொளி தீபம் வைத்து ஞான நல்லொளி தீபம் வைத்து நமஸ்காரம் செய்து ஆரதி செய்து நமஸ்காரம் செய்து ஆரதி செய்து ஞாலத்து காமிதியை தாம் ஓம் ஸ்ரீ ஜெய 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 சக்தி ஓம் கணபதி சாஸ்த ஷண்முகநாத ஓம் ஐயப்பா ஷண்முகநாத ஓம் திரிகுணாதீத கிருஷ்ண ஓம் ஸ்ரீ ராம மகாதேவ சம்பு ஜெய ஜக ஜனனி ஓம் ஸ்ரீ ஜெய 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 சக்தி நாராயண 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 ஓம் ஸ்ரீ நாராயண 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 சத்யநாராயண ஓம் शङ्कराय 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 मङ्गलम् शङ्करी मनोहराय शाश्वताय मङ्गलम् शङ्कराय 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 मङ्गलम् शङ्करी मनोहराय शाश्वताय मङ्गलम् എല്ലാവർക്കും ചേർന്ന് ചെല്ലാവുന്നതാണ് മംഗളം. പക്ഷെ മ്യൂട്ടിലിരുന്ന് പറഞ്ഞോളൂ. ശങ്കരായ 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 മംഗളം ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം ശങ്കരായ 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 മംഗളം ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം സുന്ദരേശ മംഗളം സനാതനായ മംഗളം സുന്ദരേശ മംഗളം സനാതനായ മംഗളം ചിന്മയായ സന്മയായ തന്മയായ മംഗളം ചിന്മയായ സന്മയായ തന്മയായ മംഗളം ശങ്കരായ 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 മംഗളം ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം അനന്തരൂപമംഗളം അനന്തരൂപമംഗളം അകിഞ്ചനായ മംഗളം അനന്തരൂപമംഗളം അകിഞ്ചനായ മംഗളം നിരഞ്ജനായ മംഗളം പുരഞ്ജനായ മംഗളം നിരഞ്ജനായ മംഗളം പുരഞ്ജനായ മംഗളം ശങ്കരായ 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 മംഗളം ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം നടേശ്വരായ മംഗളം ജടാധരായ മംഗളം നടേശ്വരായ മംഗളം ജടാധരായ മംഗളം ജഗത് ശിവായ മംഗളം നമഃ ശിവായ മംഗളം ജഗത് ശിവായ മംഗളം കാലകാല മംഗളം ശങ്കരായ 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 മംഗളം ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം കർപ്പൂരഗൗരം കരുണാവതാരം സംസാരസാരം ഭുജഗേന്ദ്രഹാരം സദാ വസന്തം ഹൃദയാരവിന്ദേ ഭവം ഭവാനി സഹിതം നമാമി നമഃ പാർവതീപതേ ഹര ഹരോ മഹാദേവ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാവരിഷ്ഠം വാദാത്മജം വാനരൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ തുളസിയാവർ രാമചന്ദ്ര കീ ജയ പവൻ സുത ഹനുമാൻ കീ ജയ
ഓം ഹരി ഓം നമ ശിവായ. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം നമോ നാരായണായ. സ്വാമിയേ ശരണമയ്യപ്പ. സർവമംഗളദായകനേ ശരണമയ്യപ്പ. ശരണഘോഷ പ്രിയനേ ശരണമയ്യപ്പ. സീതാപതി മൈന്ദനേ ശരണമയ്യപ്പ. ഹരിഹര സുതനേ ശരണമയ്യപ്പ. ആഞ്ജനേയ പൂജിതനേ ശരണമയ്യപ്പ. കാനനവാസനേ ശരണയ്യപ്പ. ഓം ശ്രീ ഹരിഹര സുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമി ശരണം. ആരതി കാണിക്കുന്നുണ്ടോ സാറേ സ്വാമി? അതെ അതെ. ഒരു ആരതിയുടെ അത് പറയട്ടോ, പാടട്ടോ. ആരതി സ്തോത്രം. ഹലോ, ചൊല്ലിക്കോളൂ. ആ. ദശരഥ രാമ ഹരേ രാമ സീതാരമണ ഹരേ അയോധ്യനാഥ ശുഭവരദായക ഹനുമൽ സ്വാമി ഹരേ രാമ ദശരഥ രാമ ഹരേ ലക്ഷ്മണ സഹിത ഹരേ രാമ വരദാരാധ്യ ഹരേ ശത്രുഘ്ന സേവിത ഭക്ത ജനപ്രിയ രാവണ നാശ ഹരേ രാമ ദശരഥ രാമ ഹരേ കല്യാണ ഗുണശീല രാമ കൗസല്യ സുത വരദ വസിഷ്ഠ പൂജിത ഭൃഗുരാമ പ്രിയ രാമായണ കഥിത രാമ ദശരഥ രാമ ഹരേ ത്രേതായുഗ പുരുഷ രാമ ശോകാർണവതരണ അഖിലാധാര ജഗദോദ്ധാരക ഗുരുവായൂപുരേശ രാമ ദശരഥ രാമ ഹരേ ജയ ജയ ശ്രീരാമ രാമ ജയ സീതാരാമ തവ പദ പങ്കജമടിയനു ശരണം സതതം രഘുരാമ രാമ ദശരഥ രാമ ഹരേ ജയ ജയ ശ്രീരാമ രാമ ജയ സീതാരാമ തവ പദ പങ്കജമടിയനു ശരണം സതതം രഘുരാമ രാമ ദശരഥ രാമ ഹരേ രാമ ദശരഥ രാമ ഹരേ രാമ ദശരഥ രാമ ഹരേ. ഹരി ഓം. ആർത്തി സ്വീകരിച്ചതെന്ന് പ്രതീക്ഷിക്കുന്നു. സ്ക്രീനിൽ ആർത്തി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്തായി ഇന്നത്തെ നമ്മുടെ സമാപനമാണ്. അപ്പം വീണ്ടും അടുത്ത രാമായണം വരുന്നവരെ നമ്മളെല്ലാം കാത്തിരിക്കേണ്ടതുണ്ട്. പക്ഷേ വേറെ നമ്മൾ പല കാര്യപരിപാടികൾ ഇതിനിടയ്ക്ക് കാണും. അപ്പോൾ നമ്മൾ എവിടെ പങ്കെടുത്താലും അവസാനം നമ്മൾ വിളിക്കുന്ന ശ്രീരാമനെയോ അല്ലെങ്കിൽ ഗണപതിയോ അല്ലെങ്കിൽ അയ്യപ്പനോ ഏതെങ്കിലുമൊക്കെ മാർഗത്തിൽ നമ്മൾ ഇവരെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈ മാധ്യമം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ ഇന്ന് ലാസ്റ്റ് ദിവസം എന്ന് ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ഇതൊരു വേറെ പുതിയ പുതിയ കാര്യങ്ങൾക്കുള്ള തുടക്കമാവട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസ നൽകുന്നു. ഇതിനകത്ത് പങ്കെടുക്കുന്ന പലരും അവരവരുടെ ഭാഗങ്ങളിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ അമ്പലത്തിൻ്റെ ഭാഗമാണ്, ചിലർ സാസിൻ്റെ തന്നെ കൂടെ നിന്ന് സാസിന് വേണ്ടി തന്നെ പല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അംഗങ്ങളുണ്ട്. ഇതുകൂടാതെ ചില ഗ്രൂപ്പ്സ് അവരുടെ ഒരു സനാതന ധർമ്മ പ്രചാരണത്തിന് വേണ്ടി നിസ്വാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ളവരൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ നമ്മുടെ അംഗങ്ങളെന്നും പറയാൻ പറ്റും. ഇപ്പം ഇതിനകത്ത് നമ്മൾ സാസിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് സാസിലുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി പലരും ഇതിൻ്റെ നമ്മുടെ ആക്റ്റീവ് മെമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഡോക്ടർ സുരേഷ് നായർ സാറ് സാസ് കൊങ്കൺ പ്രാന്തിൻ്റെ അധ്യക്ഷൻ, പുള്ളി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം
പുള്ളിയുടെ 2 വാക്ക് നമ്മുടെ ഈ വർഷത്തെ രാമായണത്തിനെ പറ്റിയും ഭജനാവലിയെ പറ്റിയും 2 വാക്ക് സംസാരിക്കാൻ ഞാൻ പുള്ളിയെ ഇങ്ങോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാമി ശരണം. സ്വാമി ശരണം. സാർ വീഡിയോ ഓഫാണ്. ശബരിമല അയ്യപ്പ സേവ സമാജത്തിൻ്റെ ഈ വർഷത്തെ എന്ന് വെച്ചാൽ 5ാമത്തെ വർഷത്തെ ഓൺലൈൻ രാമായണ പാരായണം സാറേ വീഡിയോ ഓഫാണ്. കൂടെ തന്നെ വീഡിയോ ഓഫാണ്. ഓണാക്കാൻ പറ്റില്ല. അതിന് ഓണാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പുറത്താ വേറെ മീറ്റിങ്ങിലാണ്. ഈ കാണാൻ പറ്റും സാർ സംസാരിക്കുന്ന മീഡിയത്തിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. വീഡിയോ ഓൺ ചെയ്തോളൂ. വേറെ മീറ്റിംഗ് ഡിസ്റ്റർബ് ആവത്തില്ല. ഇപ്പൊ സാർ സംസാരിക്കുന്ന റെക്കോർഡ് ആവും. കേൾക്കാനുണ്ടല്ലോ. പിന്നെ ഓണാക്കാൻ പറ്റില്ല. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം സോറി. അപ്പൊ ഈ ഇക്കൊല്ലത്തെ രാമായണ പാരായണത്തിൽ പങ്കെടുത്ത പാരായണം ചെയ്തവരും പാരായണം കേൾക്കാൻ വേണ്ടി പങ്കെടുത്തവർക്കും എല്ലാവർക്കും ശബരിമല അയ്യപ്പ സേവ സമാജം കൊങ്കൺ പ്രാന്തിൻ്റെ പേരിൽ വളരെയധികം കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. എല്ലാ കൊല്ലം നമ്മുടെ ഈ പ്രോഗ്രാം വളരെ നന്നായിട്ട് പോകാറുണ്ട്. ഇതൊന്നും വളരെ നന്നായി പോയി. ടെക്നിക്കൽ ഇഷ്യൂകളൊക്കെ ഉണ്ടായിരുന്നു. അത് എല്ലാ കൊല്ലം ഉണ്ടാവും. അത് വലിയ കാര്യപ്പെട്ട ഇഷ്യൂ പറഞ്ഞ പോലെ ഇത് ഇപ്പോൾ തൽക്കാലം ഈ പ്രോഗ്രാം അവസാനിക്കുന്നു. പക്ഷേ നമ്മുടെ പ്രോഗ്രാമുകളും എല്ലാ തരത്തിലുള്ള പ്രോഗ്രാമുകളും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. കാര്യമായിട്ടൊരു പ്രോഗ്രാം ഇപ്പോൾ ഈ ശബരിമല സീസണിൽ മണ്ഡലം മകരവിളക്ക് സീസണിൽ ഏറ്റെടുക്കുന്ന ശബരിമല സേവാ സമാജം ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് അന്നദാനം. എല്ലാവർക്കും അറിയാമല്ലോ അന്നദാനം മഹാദാനം എന്നുള്ളത്. അപ്പോൾ അതിൽ എല്ലാവരും കഴിയുന്നത്ര പങ്കെടുത്ത് വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള എല്ലാ ഉദ്യമങ്ങളിലും എല്ലാവരും പങ്കെടുക്കാനും അത് പങ്കെടുപ്പിച്ച് സഹകരിച്ച് അത് വളരെയധികം വിജയപ്രദമാക്കാനും എല്ലാവരും അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. നന്ദി സുരേഷ് സാർ. അടുത്തായി എനിക്ക് നന്ദി രേഖപ്പെടുത്തേണ്ടത് ശ്രീ സുന്ദർലിംഗം നാടർജിയോടാണ്. പുള്ളി ഞങ്ങളുടെ സാസ് കൊങ്കൺ പ്രാന്തൻ്റെ പബ്ലിക് റിലേഷൻ സെക്രട്ടറിയാണ്. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് പുള്ളിക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും എല്ലാ ദിവസങ്ങളിലും 8 മണിക്ക് നമ്മുടെ പ്രോഗ്രാം ലൈവിൽ പോകാൻ വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്ക് വേണ്ടി ഒരു പ്രത്യേകം നന്ദി. പിന്നെ സാസ് ഭാരതിൻ്റെ നമ്മൾ ഭാരവാഹികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ TB ശേഖർ ഞങ്ങളുടെ ചെയർമാൻ, ശ്രീ പ്രകാശ് പൈ ഞങ്ങളുടെ ട്രഷറർ, ശ്രീ ഈറോഡ് രാജൻജി നാഷണൽ ജനറൽ സെക്രട്ടറി എന്നിവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. അവരുടെ പ്രചോദനം അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് മൂലമാണ് നമുക്ക് ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനങ്ങൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ക്ഷേത്രീയ ലെവലിൽ ഞങ്ങളുടെ പശ്ചിമ മധ്യ ക്ഷേത്രത്തിലാണ് നമ്മുടെ കൊങ്കൺ സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ പശ്ചിമ മധ്യ ക്ഷേത്രത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ മുരുകൻ സെൽവൻജി, ശ്രീ അഡ്വക്കേറ്റ് കുമാർ വൈദ്യനാഥൻജി അതിൻ്റെ ജനറൽ സെക്രട്ടറി, ശ്രീ നന്ദകുമാർ നായർജി ഓർഗനൈസിംഗ് സെക്രട്ടറി, ഈ 3 പേർക്കും കൊങ്കൺ പ്രാന്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ നിങ്ങൾ കേട്ടത് കൊങ്കൺ പ്രാന്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സുരേഷ് നായർജി ആയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ട്രഷറർ ശ്രീ ശശാങ്ക് ശരത് ഷായജിക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ അതുപോലെ തന്നെ കൊങ്കൺ പ്രാന്തിൽ നിന്ന് വളരെ ആക്റ്റീവായിട്ട് ഈ പരിപാടി ഗംഭീരാക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത ശ്രീ മോഹനൻ നായർജി, പുള്ളിയുടെ റെസ്പോൺസിബിലിറ്റിയിൽ പെടാത്ത കാര്യങ്ങളിൽ ആയിട്ട് കൂടെ പുള്ളി രാമായണം സക്സസ് ആക്കാൻ വേണ്ടി പല ഭാഗത്തു നിന്നുള്ള പുതിയ ആൾക്കാരെ ഇതിനകത്ത് രംഗപ്രവേശനം ചെയ്യിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനുവേണ്ടി പുള്ളിക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മൾ പറയത്തില്ലേ, പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല, ശ്രീ രാജേന്ദ്ര കുറുപ്ജിയാണ് എൻ്റെ കൂടെ ഈ പ്രോഗ്രാം നടത്താൻ വേണ്ടി ഒരു ബാക്ക് ബോണായിട്ട് പുള്ളി തന്നെ ഫസ്റ്റ് ഇയർ മുതൽ തന്നെ കൂടെ നിൽക്കുന്നത്. പുള്ളി ഞങ്ങളുടെ സാസംബർണ ഡിസ്ട്രിക്ട് യൂണിറ്റിൻ്റെ സെക്രട്ടറിയും കൂടാണ്. വ്യക്തിപരമായ ചില ബുദ്ധിമുട്ടുകൾ കാരണം പുള്ളിക്ക് ഈ വർഷം ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ സാധിച്ചില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള എല്ലാ വർക്കുകളും പുള്ളി സമയാസമയം ചെയ്തുകൊണ്ടിരുന്നു.
അപ്പം ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു പുള്ളിയുടെ ഈ താൽക്കാലികമായ ഈ ഒരു ബുദ്ധിമുട്ട് പുള്ളിയെ ഭഗവാൻ പുറത്ത് കൊണ്ടുവരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. പുള്ളിക്കും പ്രത്യേകം നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള അനേകം ഭക്തജനങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷവും നമുക്ക് ഭാരതത്തിൻ്റെ പല ഭാഗത്തു നിന്നും നമുക്ക് ആൾക്കാരിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ജില്ലാ തലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2-3 ജില്ലയായിരുന്നു വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. കൊങ്കൺ പ്രാന്തിൻ്റെ ജില്ലകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരെടുത്ത് പറയുകയാണെങ്കിൽ സാസ് മുള്ളൂൺ ഡിസ്ട്രിക്റ്റ്, സാസ് വസൈ ഡിസ്ട്രിക്റ്റ്, അതുപോലെ തന്നെ ടു ആൻ എക്സ്റ്റെൻറ്റ് സാസ് കല്യാൺ ഡിസ്ട്രിക്റ്റ് ഉണ്ടായിരുന്നു, സാസ് നവി മുംബൈ ഡിസ്ട്രിക്റ്റ്. ഇങ്ങനെ ഒരു 4-5 ഡിസ്ട്രിക്റ്റ് പേരെടുത്ത് പറയേണ്ടതുണ്ട്. അവർ ആ ഡിസ്ട്രിക്റ്റിലുള്ള ഭാരവാഹികൾ വളരെ ഭംഗിയായിട്ട് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ഒരു പ്രചോദനമാവട്ടെ ബാക്കിയുള്ള ജില്ലകൾക്ക്. ഇപ്പോൾ വസൈ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു കാര്യം പറയാൻ അതിൻ്റെ അധ്യക്ഷൻ ശ്രീ അജയ് കുമാർജി, പുള്ളിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ചില സമയത്ത് ഞങ്ങൾ ആരും അവൈലബിൾ അല്ലെങ്കിൽ കോ ഹോസ്റ്റായിട്ട് പുള്ളി തന്നെ പ്രോഗ്രാം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം പോലും മുടങ്ങാതെ പുള്ളിയും പുള്ളിയുടെ ഗ്രൂപ്പ് ചന്ദ്രലേഖാജി, അവിടുത്തെ ഞങ്ങളുടെ ഉത്തരം പ്രമുഖ, പിന്നെ ഇവരെല്ലാം അവിടെ ഭാഗമായ ഒരു ധർമ്മരക്ഷാ സമിതി എന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പ്രോഗ്രാമും ഒക്കെ അവർ അവതരിപ്പിച്ചിട്ട് ഭംഗിയായിട്ട് ചെയ്തു. എല്ലാ വർഷവും ചെയ്തു വരുന്നുണ്ട് അവർ. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നമ്മൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കൂട്ടായ്മ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു, വളർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം ശ്രീ ധർമ്മശാസ്താവിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കാം. പുള്ളിയുടെ പേര് വെച്ച് ചെയ്യുന്ന ഏതൊരു പ്രസ്ഥാനം അല്ലെങ്കിൽ സംഭവം എപ്പോഴും വിജയകരമായിരിക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പം അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം നമ്മൾ ഒരു 5 മിനിറ്റ് നമ്മൾ സംവാദത്തിന് വേണ്ടിയാണ്. സംവാദം എന്ന് പറയുമ്പം എന്നുവെച്ചാൽ നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് പാർക്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ അവസരത്തിൽ ഇവിടെ പറയാവുന്നതാണ്. ഈ 5 മിനിറ്റ് സമയം നിങ്ങൾക്ക് വേണ്ടി. അതിനുശേഷം പിന്നെ നമ്മൾ ഈ പ്രോഗ്രാം കൂടെ എൻഡ് ചെയ്യുന്നതായിരിക്കും. സദാശിവം പിള്ളை സർ, ഞങ്ങളുടെ പേര് ഞാൻ എടുക്കാൻ വിട്ടുപോയി. പുള്ളി ഞങ്ങളുടെ സാസ് വിക്രോളി ഡിസ്ട്രിക്റ്റിൻ്റെ വളരെ ആക്റ്റീവ് മെമ്പറാണ്. പിന്നെ അതുപോലെ തന്നെ അൽപ്പനക്കാവ് ക്ഷേത്രത്തിൻ്റെ കൂടെ ഭാരവാഹിയാണ്. പുള്ളിയും വളരെ ആക്റ്റീവായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത് എനിക്കൊരു 15-20 ദിവസം കൂടുതൽ അറ്റൻഡൻസ് ഉണ്ടായിരുന്നു പുള്ളിക്ക്. പുള്ളി അല്ലെങ്കിൽ പുള്ളിയുടെ വൈഫ് ആരെങ്കിലും ആ വീട്ടിൽ നിന്ന് ഒരു പ്രസൻസ് ഒന്നും കാണുമായിരുന്നു. എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതലും പാർട്ടിസിപ്പൻസ് നമുക്ക് ഇതിനകത്ത് പങ്കെടുപ്പിച്ചു എന്നുള്ളതാണ്. അത് ഒരു വലിയ വിജയം തന്നെയാണ് നമ്മൾ. കാരണം ഈ ഒരു മാസം ഒരു മാനസികമായിട്ട് നമ്മുടെ ആധ്യാത്മിക തലത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള ഒരു സംവിധാനം ഈ സാസിലൂടെ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷവും പിന്നെ പുതിയ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വർഷം. അതൊക്കെ വലിയ ഒരു ഈ ഒരു സംരംഭം കൂടുതലായിട്ട് ഇനിയും അങ്ങോട്ട് വിജയിച്ചു പോകും എന്നുള്ളതിൻ്റെ പാരമാർത്ഥികമായ തെളിവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ഭക്തജനങ്ങൾക്ക് ഇതിൽ പങ്കെടുത്തവരും കേൾക്കാൻ ഓൺലൈനിൽ വന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വ്യക്തിപരമായ രീതിയിൽ ഞാൻ കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തുന്നു. ഈ പ്രസ്ഥാനത്തിന് എല്ലാവരും ഒരു കൂട്ടായ്മ പോലെ സപ്പോർട്ട് കൊടുക്കണം എന്ന് സ്വാമി, അതായത് കലിയുഗപരതനായ ശ്രീ ധർമ്മശാസ്താവിൻ്റെ പേരിൽ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി. ഞാൻ ഗിരീഷ് ജിക്ക് വളരെയധികം നന്ദി രേഖപ്പെടുത്തി. ഇങ്ങനൊരു കാര്യം 5ാമത്തെ വർഷവും തുടർന്നുകൊണ്ട് പോകാൻ സഹായിച്ചതിലും ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ ബീഹാറിലെ VNC ചേട്ടന് വേണ്ടിയിട്ട് VNC രാജേഷിയും അവരെല്ലാവരും കൂടിയാണ് ധർമ്മരക്ഷ സമിതി നടത്തിക്കൊണ്ട് പോകുന്നത്. അവർക്കും അവരുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി അജയൻജി. പിന്നെ അവിടുത്തെ നമ്മുടെ ഉത്തരം പ്രമുഖ് ചന്ദ്രലേഖാജി. സ്വാമി ശരണം.
ഞങ്ങൾക്ക് എല്ലാ വർഷത്തെ പോലും ഈ വർഷം ഇതേമാതിരി ഒരു സമയം ഞങ്ങളുടെ ഈ സമയം തന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ രാമായണ പാരായണത്തിൽ എല്ലാവരും ഉൾക്കൊള്ളിച്ച് എല്ലാവരെയും കൊണ്ട് പാരായണം ചെയ്യിച്ചതിനും, അതായത് ഞങ്ങളുടെ ഈ ഭജനയും നന്നാക്കി തന്നതും ഞങ്ങൾക്ക് അതിനൊരു സമയം ഒരുക്കി തന്ന സാസിനോടും പ്രത്യേകിച്ച് സാസിലെ എല്ലാ ഭാരവാഹികളോടും എല്ലാ ഭക്തജനങ്ങളോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. അടുത്തായി നമ്മുടെ വയനാട് ജില്ലയിൽ ഇത്രയെല്ലാം പ്രകൃതിക്ഷോഭം ഉണ്ടായിട്ടും ആ കാലഘട്ടത്തിലും നമ്മുടെ കൂടെ പാരായണത്തിന് വന്നുകൊണ്ടിരുന്നതും ഇന്നും ഇവിടെ പുള്ളി എത്തിയിട്ടുണ്ട്. MV ശിവൻജി ഇവിടെ എത്തിയിട്ടുണ്ട്. MV ശിവൻജി ഇപ്പം എല്ലാം അവിടെ നേരെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്കളുടെ 2 വാക്കുകൾ ശ്രീ MV ശിവൻ. വീഡിയോ ഓൺ ചെയ്തു. രാമായണ പാരായണത്തിന് പങ്കെടുക്കാൻ താല്പര്യമുള്ള ഭാഗ്യമായിട്ട് കരുതിയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ എന്നെ പാരായണത്തിൽ ഉൾപ്പെടുത്തിയതിന് ഞാൻ എന്നോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇത്തവണത്തെയും പാരായണങ്ങളും ഭജനയും എല്ലാം വളരെ നന്നായിട്ടുണ്ട്. എല്ലാ വർഷവും അതുപോലെ താല്പര്യത്തോടു കൂടി തന്നെ കൂടുതൽ ആളുകൾ ഇതിനകത്ത് പങ്കെടുക്കുന്നു എന്ന് അറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. വയനാട്ടിലെ ഇതിനിടയ്ക്ക് കുറച്ച് ദുരന്തങ്ങളെല്ലാം ഉണ്ടായി. അതെല്ലാം സമാധാനമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അധികം ആളുകൾ അതിനു വേണ്ടിയിട്ട് സേവന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സേവാഭാരതിയുടെ ഒക്കെ പ്രവർത്തനം വളരെ മനസ്സിലെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നമുക്കും അതിനകത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം അവിടെ മരിച്ചുപോയ ആളുകളുടെ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട് ബന്ധുക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പ്രദേശത്ത് ഒരു ബലിതർപ്പണം നടത്തുകയുണ്ടായി. അപ്പോൾ അതിന് ഒരു നേതൃത്വം കൊടുക്കാനൊക്കെ എനിക്കൊക്കെ പങ്കെടുക്കാനൊക്കെ സാധിച്ചു. ഈ കർക്കിടക മാസം അവസാനിക്കുന്ന ഈ അവസരത്തിൽ ഈ രാമായണം ഒരു വളരെ ഈ ദുർഘടകരമായ കാലം കഴിച്ചു കൂട്ടാനായിട്ട് രാമായണം വലിയൊരു സഹായമായിരുന്നു. അടുത്ത വർഷങ്ങളിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി ശിവൻജി. ഇനിയും അടുത്തായിട്ട് ഞാൻ ക്ഷണിക്കുന്നത് ശ്രീ LN വേണുഗോപാൽജി, ഞങ്ങളുടെ വളരെ മുതിർന്ന കാര്യകർത്താവും അതുപോലെ തന്നെ നല്ലൊരു ഗായകനും ഇവിടാണ്. വേണുവങ്കലിനോട് 2 വാക്കുകൾ ചൊല്ലാൻ അഭ്യർത്ഥിക്കുന്നു. ഈ മാസം ഗുരുവായൂർ ക്ഷേത്രം ഞാൻ സമയത്ത് എൻ്റെ വീട്ടിലെങ്ങനെ ഇവിടെ ഇന്റർനെറ്റ് വളരെ പൂറ. എൻ്റെ അടുക്കളക്കിണറിൻ്റെ പക്കത്തിൽ നിന്ന് 5-6 ദിവസം പാടിയിരുന്നു. അവിടെ നല്ല റേഞ്ചുണ്ട്, അങ്ങനെയൊക്കെ പാടിയിരുന്നു. എന്നാലും ഇന്നിപ്പോൾ ഞാൻ പോയി ഭദ്രാവതി ക്ഷേത്രത്തിൽ എൻ്റെ പൂജയ്ക്കായിരുന്നു. അത് കഴിഞ്ഞ് ഓടി പിഴഞ്ഞവിടെ വന്നിട്ട് അതിൽ ജോയിൻ ചെയ്തു. പിന്നെ എന്താ വെച്ചാൽ ഏതു മട്ടിലുമെന്നെ തുണയ്ക്കുവാൻ, ഏതു മട്ടിലുമെന്നെ തുണയ്ക്കുവാൻ, ഏതു വേഷവും കെട്ടുമെന്നയ്യനായി, എന്നെ തന്നെ ഞാൻ നേർച്ചയായി നൽകുന്നേൻ, ഒരു നിലയെത്തിയെത്തുവൻ. അതാണ് എനിക്ക് അയ്യപ്പനുള്ള ഏറ്റവും വലിയ വാക്ക്. സ്വാമിയേ ശരണം. പിന്നെ 15 വർഷങ്ങളെക്കാളും ഈ വർഷത്തെ ഭജനകളും വളരെ നന്നായിരുന്നു. എല്ലാവരും വളരെ ഭംഗിയായിട്ട് പാടി, ഭക്തിയോട് പാടി. ഇനിയും അത് വിജയിച്ചുകൊണ്ടേയിരിക്കും. കൂടുതൽ ആളുകൾ പങ്കെടുക്കും. ഓക്കെ, തീർച്ചയായിട്ടും. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ സമയത്തിനനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ്മെന്റ്സ് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. അപ്പം ഇപ്പം പണ്ടെന്ന് പറഞ്ഞ് വെറുതെ വന്നിരുന്ന് പാടണം എന്നുള്ള രീതിയിലായിരുന്നു ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. എന്നുകൊണ്ട് അതിന് തെറ്റൊന്നുമില്ലായിരുന്നു. അതൊരു ഞാനത് നോക്കുന്നത് പോസിറ്റീവായിട്ട് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു സമയത്ത് ആൾക്കാർ ശ്രമിക്കുന്നില്ലായിരുന്നു.
ശ്രമിച്ചു തുടങ്ങിയപ്പം അവർക്ക് പിന്നെ അത് ഇതിലും നല്ലതായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഭഗവാൻ നൽകി. അങ്ങനെയാണ് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 5 വർഷം കൊണ്ട് ആ ഒരു നേട്ടം ഉണ്ടായത്. അറ്റ്ലീസ്റ്റ് സാസുവിന്റെ ക്രെഡിറ്റ് ഇത്രയിലും പറയാമല്ലോ, ഒത്തിരി ഗായകന്മാരെ നമുക്ക് നിർമ്മിക്കാൻ പറ്റി ഒരു ചെലവില്ലാതെ, ഭജന ഗായകന്മാരെ. അപ്പം വേണുങ്ങൾ പറഞ്ഞ പോലെ തന്നെ സാസ് ഡിൻഡോഷി എന്നാണ് പുള്ളി വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ഈ 5-6 ചുരുക്കം ജില്ലകളിൽ, സാസിന്റെ ജില്ലകളിൽ നിന്ന് സാസ് ഡിൻഡോഷിയും പെടും. സാസ് ഡിൻഡോഷിയിൽ നിന്ന് നല്ല ഹൈ ലെവൽ പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു ഭജന ഗ്രൂപ്പിന്റെ ഒരു ദിവസം ഭജന, പിന്നെ വേണുജി, അങ്ങനെ ശ്രീലതാജി, അങ്ങനെ പുതിയ മെമ്പേഴ്സ് അവിടെ നിന്ന് ആഡ് ആയിട്ടുണ്ട്. പിന്നെ സാസ് മുള്ളുണ്ട് ഡിസ്ട്രിക്റ്റിനെ പറ്റി എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇത് തുടങ്ങിയ കാലഘട്ടത്തിൽ മുതൽ തുടങ്ങിയത് മുള്ളുണ്ട് ഡിസ്ട്രിക്റ്റും അമ്പർനാഥ് ഡിസ്ട്രിക്റ്റും തുടങ്ങിയൊരു പ്രോഗ്രാം ആയിരുന്നു ഇത്. ആദ്യത്തെ വർഷം, 2-ാം വർഷം മുതൽ അല്ലെങ്കിൽ 3-ാം വർഷം മുതലാണ് ഇത് സാസ് കോങ്കണ്ട ബാനറിൽ മൊത്തം ജില്ലകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തുടങ്ങിയത്. അപ്പം സാസ് മുള്ളുണ്ട് ഡിസ്ട്രിക്റ്റിൽ ഉള്ള എല്ലാ ഭക്തജനങ്ങൾക്കും അവരുടെ തുടർന്നുള്ള സപ്പോർട്ടിന് വേണ്ടി ഞാൻ അവരെയും നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഗുരുവര്യൻ സാസ് മുള്ളൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. പുള്ളിയാണ് ഡെയിലി ഭഗവാൻ ആരതി കാണിക്കുന്നത്, ശ്രീ രാജശേഖരൻ നായർജി. പുള്ളി ഇപ്പം കോളിൽ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഇപ്പൊ ഡ്രോപ്പ് ആയിട്ടുണ്ട്. പുള്ളി ഉണ്ടായിരുന്നു കോളിൽ. ഉണ്ട്, രാജശേഖരൻ നായർജി കോളിലുണ്ട്. അപ്പം 2 വാക്കുകൾ ചൊല്ലാൻ മാമ ഒന്ന് വരുമോ? 2 വാക്കുകൾ ചൊല്ലാൻ. പുള്ളി ഞങ്ങളുടെ ഗുരുവരനാണ്. പുള്ളിയാണ് ഡെയിലി ആരതി കാണിക്കുന്നത്. സ്വാമി, ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പറയട്ടെ? പറഞ്ഞോളൂ. ഒരു കാര്യം കൂടി, അതായത് കോവിഡ് കഴിഞ്ഞ ശേഷം ഞാൻ വളരെ വീക്കായിരുന്നു. എനിക്ക് കുറച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പിടിപെടുകയുണ്ടായി. ഈ ഞാനത് ആദ്യം ഭയപ്പെടാനൊന്നുമില്ല. എങ്കിലും കുറെ കാലം കൂടി ഈശ്വരവാദിനടുത്ത് ജീവിക്കണം എന്നുണ്ടായിരുന്നു ആഗ്രഹം. പിന്നെ ഞാൻ പ്രോസ്റ്റേറ്റ് ഓപ്പറേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് MRI എടുത്തു. ഇറ്റ് നോട്ട് അഫക്റ്റഡ് എനി അതർ ഓർഗൻ ഇൻ ദ ബോഡി എന്ന് റിപ്പോർട്ട് കിട്ടി. 100% ഫ്രീ പേഴ്സൺ ഫ്രം ക്യാൻസർ. അത് ഈ ഭക്തിമാർഗം കൊണ്ട് മാത്രം സിദ്ധിച്ച ഒരു വരവാണത്. അത് ഞാൻ എല്ലാവരെയും മനസ്സിലാക്കി തരുമെന്ന് ആഗ്രഹിക്കുന്നു. സ്വാമിയെ ശരണമയ്യോ. ശ്രീ രാജശേഖരൻ നായർജി എത്തിയിട്ടുണ്ട്. മാമന്റെ വക 2 വാക്കുകൾ. ചിലപ്പോൾ മുഖം നിങ്ങൾ ശ്രദ്ധിച്ച് കാണത്തില്ല, മാത്രം ആർത്തിയുടെ പ്ലേറ്റ് നമുക്ക് സ്ക്രീനിൽ കാണാറുള്ളൂ. സാസിന് ആദ്യമായിട്ട് ഒരു അഭിനന്ദനങ്ങൾ. ഇത്രയും ഭംഗിയായി ഈ പ്രോഗ്രാം നടത്തിയതിനും അതിന് വേണ്ട ബുദ്ധിമുട്ടുകൾ സഹിച്ചതിലും എല്ലാവർക്കും, ഇത് പങ്കുചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ കഴിഞ്ഞ 3-4 വർഷങ്ങളേക്കാൾ മെച്ചമായി ഈ വർഷത്തെ പ്രോഗ്രാം നടന്നു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇനിയും അങ്ങോട്ട് നല്ല നല്ല പ്രോഗ്രാം നടക്കട്ടെ, നല്ല നല്ല ഭജനകൾ നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഭഗവാന്റെ കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. अभी मैं थोड़ा दूसरे भाषा में बोलता हूँ. अभी इसके अंदर हमारे दीपक नेवे जी भी आए हैं. वो हमारे सास कल्याण डिस्ट्रिक्ट सेक्रेटरी है. दीपक नेवे जी, आप सुन रहे हैं? ओके. दीपक जी है या अरुणा जी है लाइन पे? दोनों है. सो दीपक नेवे जी और अरुणा नेवे जी हमारे एक्टिव कार्यकर्ता है कल्याण से. लेकिन मैं समझ सकता हूँ कि उनके प्रोफेशनल कमिटमेंट्स के कारण इस बार ट्रैवलिंग टाइम में मेरा पूरा रामायणम पूरा कार में ही जाता है. चालू होने से पहले ही मैं कार चालू करता हूँ और 10 बजे घर पहुँचता हूँ, तो पूरा खत्म भी हो जाता है उसे में. मैं इसके लिए आपका मैं धन्यवाद करना चाहता हूँ. नेवे जी जैसे लोग भी हमारे साथ जुड़े. इट इज नॉट मलयाली लिमिटेड प्रोग्राम. ये बहुत लोगों को ऐसा डाउट होगा. सो दीपक नेवे जी इज महाराष्ट्रियन. So look at his interest, look at his enthusiasm. So he listens to Ramayanam when he's traveling back from his factory somewhere in Taloja. He stays in Kalyan.
So Deepak ji, I think Nowadays, traveling time is 2.5 hours to 3 hours because of the road condition and traffic. I understand. It's a different thing, altogether. Let us pray to Lord Ayyappa, everything goes well. Yeah. आने वाले समय में कुछ अच्छा इंफ्रास्ट्रक्चर मिले हमको. So धन्यवाद नेवी जी, धन्यवाद. So then Swami Sharanam. I would like to call upon राजेंद्र जी, because बीच में नाम लिया था उनका, but उनका कुछ सुनाई नहीं पड़ा. So राजेंद्रन जी तिरुचेत्तियो कॉल രാജേന്ദ്രൻ കുറുപ്പ് സാർ കോളിലുണ്ടോ? രാധാകുറുപ്പ് ജി, രാജേന്ദ്രൻ ജി അവിടെ ഉണ്ടോ? ഓക്കെ, പുള്ളി ഹലോ, സ്വാമി ശരണം. ചേട്ടന് താഴെ ഒരു മീറ്റിംഗ് ഉണ്ട്, അങ്ങോട്ട് പോയേക്കോ, വന്നില്ല. ഓ അത് ശരി, അങ്ങോട്ട് പോയിരിക്കാം. ശരി. അപ്പൊ സൊസൈറ്റിയുടെ മീറ്റിംഗിന് വിളിച്ചിട്ടുണ്ട്. പ്രോഗ്രാമിൽ ഞാൻ താങ്കളെ മിസ് ചെയ്തു. നമ്മുടെ ചുരുക്കം നമ്മുടെ എല്ലാവരും നല്ലതായിട്ട് വായിക്കുമെങ്കിലും ഞാനൊരു ടോപ്പ് 10 ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാനത് രാധാജിയുടെ പേര് ഉൾപ്പെടുന്നത്. ഈ വർഷം രാധാജിയുടെ മിസ് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് പ്രോബ്ലം കാരണം കൊണ്ട് അറിയാം. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ഈ ഇവിടെ ഉള്ളവരെല്ലാരും പ്രാർത്ഥിക്കുന്നു, അടുത്ത വർഷം രാധാജിക്ക് നമ്മുടെ വീണ്ടും ആക്റ്റീവായിട്ട് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ശരി. സ്വാമി ശരണം. Now I call upon Muthu Krishna Achari again. So if you are able to speak, Kanan, put your video on. Sure, Girish bhai. Yeah, you can. First of all, I would like to thank the SARS entire team and Girish bhai, because I have been actively participating, because I'm not getting enough time, because my office time has got changed, but somehow I'm just managing, and because I'm very interested in bhajans and all, and I would like to say that your everyone's dedication and exceptional contribution that is taking this platform to a new level. I think that is really hats off to everyone, and the love, the dedication for God. And the second thing is, like, I am also new to this platform, so I am also learning new songs for all the lords and everything. So it's been a very wonderful journey for me, and thanks to everyone. Blessings to you all. Thank you so much. Swami Sarnamayappa. अभी पार्टिसिपेंट्स में से एक विशिष्ट व्यक्ति है जो 30 days without any break, he has not participated in Ramayanam or Bhajana, but he has been a avid listener. So I would like to invite Shri Balagopalan ji. When the Aarti starts, he will send his blessings. So I would like to invite Balagopalan ji. Sir, ഒന്ന് 2 വാക്കുകൾ സംസാരിക്കൂ. താങ്കൾ ഈ 30 ദിവസവും ഒരു ദിവസം പോലും അവധിയെടുക്കാതെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. 2 വാക്കുകൾ. പി ബാലഗോപാലൻ സാർ. സാറിനെ വീഡിയോ ഓൺ ചെയ്യാമെങ്കിൽ ഇച്ചിരി നന്നായിരിക്കും. സ്വാമി ശരണം. വീഡിയോ ഓഫ് അല്ലേ? സ്വാമി ശരണം. ഞാൻ വളരെ വീഡിയോ ഓൺ ചെയ്യാമെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ വളരെ സംതൃപ്തനും ഹാപ്പിയാണ് ഇങ്ങനൊരു പ്രോഗ്രാം നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതിൽ. എൻ്റെ പാർട്ടിസിപ്പേഷൻ ഫ്രം ഓൾ ഓവർ ദ, നോട്ട് ഓൺലി ഫ്രം വൺ പ്ലേസ്, ഫ്രം ഓൾ ഓവർ ദ ലൊക്കേഷൻ. സോ ഇറ്റ് ഇസ് വെരി, എന്താ പറയുക, വളരെ ഒരു സന്തോഷകരമായ 30 ദിവസങ്ങളാണ് കഴിഞ്ഞു. 32 ദിവസം. അപ്പോൾ ഇനി വർഷങ്ങളും ഇതിലും ഭംഗിയായിട്ട് നടക്കട്ടെ. അത് നടത്തും ഭഗവാൻ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നടത്തുകയും ചെയ്യും. സോ ലെറ്റ് us wait for the next season. ഓക്കെ. ഞാനിപ്പോ പറവൂര് താമസിക്കുന്നു. ഞാൻ ബോംബെയിലായിരുന്നു. ബോംബെയിൽ ഞാൻ വേണുഗോപാലിന്റെ ബ്രദറിനോടാണ്. ഞാൻ ബോംബെയിലും ഞാൻ 36 കൊല്ലം ബോംബെയിലുണ്ടായിരുന്നു. അപ്പോൾ റിട്ടയർ ചെയ്തപ്പോൾ ഞാനിവിടെ ഇവിടെ നാട്ടിലാണ്. അപ്പോൾ ബോംബെ ഇവിടെ ആയിട്ട് സെറ്റിൽ ചെയ്യണു. ഓക്കെ. വളരെ സന്തോഷം.
എല്ലാ ഭാവങ്ങളിൽ നിന്നും ഇത് ഭംഗിയായിട്ട് തുടർന്നും നടന്നുകൊണ്ടിരിക്കും എന്നുള്ള സംശയമില്ല. അപ്പൊ അതാണ് അതിനകത്തെ വേണുവങ്കൽ മാത്രമല്ല പങ്കെടുക്കുന്നത്, വേണുവങ്കലെ എല്ലാ വർഷവും പുതിയ പുതിയ ഒരു ഭക്തനെയും കൂടെ ആഡ് ചെയ്യുന്നു. കഴിഞ്ഞ വർഷം തൃശ്ശൂർ എന്നുള്ള ഒരു ഭക്തനുണ്ടായിരുന്നു, ഈ വർഷം പുള്ളി കണ്ടില്ല, അതും പുള്ളിയുടെ റിലേറ്റീവ് ആയിരുന്നു. ഇങ്ങനെ തന്നെയാണല്ലോ നെറ്റ്വർക്കിംഗ് ആവുന്നത്. അതെ അതെ അതെ. ഇനിയിപ്പോ വെയിറ്റ് ഫോർ മണ്ഡലത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇല്ല, ഞങ്ങളുടെ പണി ഇപ്പം ഒരു മണ്ഡലം കഴിഞ്ഞ് അടുത്ത മണ്ഡലത്തിനുള്ള പണി ഞങ്ങൾ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഈ കാര്യത്തിലൊന്നും റെസ്റ്റ് ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാല് അത് വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അന്നദാനം കൊടുക്കുക, 2 മാസം വരുന്നവർക്കെല്ലാം അന്നദാനം കൊടുക്കണ്ടേ. ഇപ്പൊ സാസ് കൊങ്കണിന്റെ ഒരു സ്റ്റോള് ഇപ്പൊ 3 വർഷമായിട്ട് തുടർച്ചയായി നമ്മൾ എരുമേലിയിൽ ചെയ്തു വരുവാണ്. എനിക്കറിയാം, ഞാൻ കഴിഞ്ഞ പോയിരുന്നു. പിന്നെ ഈ വർഷം എരുമേലിയാണോ വേറെ പുതിയ സ്ഥലമാണോ തീരുമാനിച്ചിട്ടില്ല, പക്ഷെ തീർച്ചയായിട്ടും നമ്മള് അറിയിക്കുന്നതായിരിക്കും. എന്റെ ഏജിന് സംഭവിക്കില്ല, അല്ലെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ ഹാപ്പി ടു ഗിവ് സം വളണ്ടറി ജോബ്. ശരി, അങ്ങനെ എന്തെങ്കിലും എപ്പോഴും വിചാരണ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എന്റെ നമ്പർ എന്തായാലും വളരെ സന്തോഷം. സ്വാമി ശരണം. സ്വാമി ശരണം, സ്വാമി ശരണം. അപ്പോൾ അങ്ങനെ നമുക്ക് ശുഭരാത്രി പറഞ്ഞ് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിക്കാം. പിന്നെ ഒരു സജഷൻ ഉണ്ടായിരുന്നു ഒരു സേവകന്റെ, നമുക്ക് അയ്യപ്പന്റെ ജന്മനക്ഷത്രത്തിന്റെ ദിവസങ്ങളിൽ നമുക്കൊരു ഭജന ഓൺലൈൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊരു സജഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ആലോചിച്ചിട്ട് ഭജനാവലി ഗ്രൂപ്പിൽ അറിയിക്കാം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പം എല്ലാ മാസവും ഉത്തരം പൂജയുടെ അന്ന് തന്നെ നമ്മൾ 8 മുതൽ 9 വരെ ഭജന ചെയ്യാമെന്ന് ഒരു ചെറിയ ആലോചന, അത് മീറ്റിങ്ങിലൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ എല്ലാ മാസവും ചെയ്യാന്നുള്ള ഒരു ഇതിൽ. അപ്പോൾ അടുത്ത പ്രോഗ്രാമിൽ നമ്മൾ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും വീണ്ടും എൻ്റെ ഹാർദമായ നന്ദി. എല്ലാവർക്കും ശുഭരാത്രി.